Thank you friends for joining in this live. Thank you for watching. നമ്മൾ ഇന്ന് ഈ സംഗീത സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ ഈ ഇത് നടക്കുകയാണ്, കൺവെൻഷനുകൾ കേരളത്തിൽ പെന്തക്കോസ്തുകാരുടെ എല്ലാ വിഭാഗങ്ങളുടെയും കൺവെൻഷനുകൾ സീസണാണ്. ഇപ്പൊ പെന്തക്കോസ്റ്റിലെ ഒരു പാസ്റ്റർ കേരളത്തിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നത്തെ ലൈവിൽ ഞങ്ങളുടെ കൺവെൻഷനെ പറ്റി ഒന്ന് പറയണം എന്ന്. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വെറും പാഴ്ചെലവാണോ, അതൊന്ന് പറയണം. ഞാൻ പറഞ്ഞപ്പം കൺവെൻഷനുകളെ പറ്റി പറയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡിസ്ട്രിക്ട് കൺവെൻഷൻ, സെൻട്രൽ കൺവെൻഷൻ, കേന്ദ്ര കൺവെൻഷൻ, ജനറൽ കൺവെൻഷൻ, സ്റ്റേറ്റ് കൺവെൻഷൻ, അങ്ങനെ കേരളം മൊത്തം കൺവെൻഷനുകളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ കൊല്ലം കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും കേൾക്കുന്നില്ല. അത്തരം പ്രസംഗങ്ങൾ ആ സെയിം കാര്യമൊക്കെ തന്നെ അടുത്ത വർഷം ഇത് തന്നെ പറയും. മെച്ചമൊന്നുമില്ല, പിന്നെ എന്തിനാണിത്? അതേക്കുറിച്ച് പറയാം. അദ്ദേഹം ഉദ്ദേശിച്ച കാര്യമല്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലെന്നും പ്രയോജനമില്ലെന്നും പ്രസംഗത്തിൽ വ്യത്യസ്തതയില്ലെന്നും ആവർത്തന വിരസമാണെന്നും വെറുതെ പാഴ്ചെലവാണെന്നും ഒക്കെ പറയണം. പക്ഷെ എനിക്കിപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ അതൊന്നും അല്ല പറയുന്നത്. എന്തുകൊണ്ട് കൺവെൻഷൻ നടക്കുന്നു? അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുന്നവരുണ്ടാകും. അപ്പൊ ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിർത്തുകയാണ്. പള്ളികളില് പെരുന്നാളുണ്ട്. പള്ളികൾ സ്ഥാപിക്കുമ്പോൾ ഏത് വിശുദ്ധന്റെ സ്മരണയിലാണ് പള്ളി വെക്കുന്നത്? ആ പള്ളിക്ക് പെരുന്നാളുകളുണ്ട്. പള്ളി സ്ഥാപിക്കുന്ന സമയത്ത് മെത്രാപ്പോലിത്തമാര് കൽപ്പിക്കും ഇന്ന പെരുന്നാളുകൾ ആ പള്ളിയിൽ ആഘോഷിക്കാൻ. ഇപ്പൊ സ്തേഫാനോസ് സഹോദരയുടെ പേരിലാണ് പള്ളിയെങ്കിൽ സ്തേഫാനോസിന്റെ പെരുന്നാൾ ആഘോഷിക്കും. പിന്നെ സഭയുടെ മാറാനായ പെരുന്നാൾ ആഘോഷിക്കും. പക്ഷെ പ്രധാനമായിട്ടും പള്ളിക്കൊരു പെരുന്നാൾ കാണും. ഗീവറിസ് സഹോദരയുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന പള്ളിയുണ്ട്, കുര്യാക്കോസ് സഹോദരയുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന പള്ളിയുണ്ട്, മർത്തശ്ശൂന്യ അമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന പള്ളിയുണ്ട്, പരിശുദ്ധ മർത്തമറിയം അമ്മയുടെ പെരുന്നാൾ ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന പള്ളിയുണ്ട്, വിത്തുകളെ പ്രതിയുള്ള പെരുന്നാൾ ആഘോഷിക്കുന്ന പള്ളിയുണ്ട്, ധനഹാ പെരുന്നാൾ ആഘോഷിക്കുന്ന പള്ളികളുണ്ട്. അങ്ങനെ പല പള്ളികളിലും പല പെരുന്നാളുകളാണ്. ഇപ്പൊ ഇയർ റൗണ്ട് പള്ളികളിൽ പെരുന്നാൾ. പഴയ കാലത്ത് പള്ളികളിലെ പെരുന്നാളുകൾ, കേരളത്തിലുള്ള പ്രധാന പള്ളികളിലെ പെരുന്നാളുകളെല്ലാം കൂടെ
ചേർത്തുള്ള ഒരു പാട്ട് എൻ്റെ വല്യപ്പനൊക്കെ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. പാട്ടൊക്കെ മറന്നുപോയി, ശ്രമിച്ചാൽ ഓർത്തൊക്കെ പാടാം. പക്ഷെ എല്ലാ പെരുന്നാളുകളും, അതായത് ഇന്ന പള്ളിയിൽ ഇന്ന പെരുന്നാൾ, അതിന്ന മാസം, മലയാള മാസമൊക്കെ വെച്ചുള്ളൊരു പാട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പള്ളി പെരുന്നാൾ നടക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ വല്യപ്പന്മാരൊക്കെ കച്ചവടത്തിനൊക്കെ പോകുമായിരുന്നു. അപ്പം അതുകൊണ്ട് അവർക്ക് ആ പാട്ട് ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. അവരുടെ ജീവനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ആ പാട്ട് ഓർത്ത് ഓരോ സ്ഥലത്തും കച്ചവടങ്ങൾക്കൊക്കെ പോകാൻ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഈ പള്ളികളിൽ പെരുന്നാളുകൾ എന്താണ്? ആ വിശുദ്ധനെ ഓർക്കുന്ന. അപ്പം അതിനകത്തൊരു ആത്മീക കാരണമുണ്ട്. ആ വിശുദ്ധന്റെ ഓർമ്മയായിരിക്കും, അല്ല ദുഃഖറോനായിരിക്കും, അല്ലെങ്കിൽ അത് ആ ഒരു പെരുന്നാളാണ്. അപ്പോൾ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് ആ കൂടുന്നതിൻ്റെ പിന്നിൽ. അതിനെയാണ് ആന്തരിക ചൈതന്യം എന്ന് പറയുന്നത്. അപ്പൊ ഭക്തിയുടെ ഈ പ്രകടനത്തിന് ഒരു ആന്തരിക ചൈതന്യമുണ്ട്, ഒരു ആത്മീക ധാരയുണ്ട്, ഒരു റീസൺ ഉണ്ട്. പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. മണർകാട് പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. അത് പള്ളിയുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അവിടെ പരിശുദ്ധ അമ്മയുടെ നാമത്തിന്റെ പുകഴ്ചയാണ്. അത് തിരുവെഴുത്തുകളിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രവചനമാണ്. കണ്ടാലും ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു. പക്ഷെ കുമ്പനാട് കൺവെൻഷൻ നടക്കുന്നതിന് നോ റീസൺ. കുമ്പനാട് കൂടുന്ന ക്ഷുദ്രജീവികൾ ആരെങ്കിലും പറയാൻ തൻ്റെ ഉണ്ടെങ്കിൽ പറ, എന്താ റീസൺ? വാട്ട് ഈസ് എ റീസൺ? എന്താണ് കാരണം? ഇവര് ഓരോ ഞായറാഴ്ചയും സഭകളിൽ കൂടുമ്പോൾ, ആ സഭകളിൽ കൂടുമ്പോൾ ഈ ബൈബിൾ തന്നെ വായിക്കുന്നു, പ്രസംഗിക്കുന്നു. അതിനപ്പുറത്ത് എന്ത് റീസണാണ്? കൂടാതെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ അല്ലെ സെൻട്രൽ കൺവെൻഷൻ അവിടെയൊക്കെ തന്നെയും കൂടിയിട്ട് ഇതേ പ്രസംഗകർ തന്നെ ഇതേ പ്രസംഗം പറയുന്നു. അവിടെ കൂടുന്ന പ്രസംഗങ്ങളുടെ പ്രസംഗമൊക്കെ 100 പ്രാവശ്യം ജനങ്ങൾ കേട്ടതാണ്. അപ്പൊ ഈ ആഴ്ച മുതൽ ഒരാഴ്ചത്തേക്ക് ഈ കുമ്പനാട് ഈ കൺവെൻഷൻ നടത്തുമ്പോൾ വാട്ട് ഈസ് ദ റീസൺ? ഫോർ നോ റീസൺ. എന്താണ് കാരണം? എന്തിനാണ് കൂടുന്നത്? ചുമ്മാ കൂടുക, ചുമ്മാ എന്തിനാ? ഫെലോഷിപ്പ്, ആളുകൾ തമ്മിൽ കാണുക, കൂടി വരിക, കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉത്സാഹം, ഒരു സന്തോഷം. ഇതാണ് പറയുന്നത് ഭക്തിയുടെ ബാഹ്യരൂപം. ഏതാണ് ഭക്തി? ഭക്തിയുടെ ബാഹ്യരൂപം മണർകാട് പള്ളി പെരുന്നാൾ, പരുമലപ്പള്ളി പെരുന്നാൾ. മനസ്സിലാകുന്നുണ്ടോ? മണർകാട് പള്ളി പെരുന്നാള്, പരുമലപ്പള്ളി പെരുന്നാള്, മഞ്ഞിനിക്കര പെരുന്നാള്, കോതമംഗലം പെരുന്നാള്, അർത്തുങ്കൽ പെരുന്നാള്, അരുവിത്തുറ പെരുന്നാള്, അതിരമ്പുഴ പെരുന്നാള്, പെരുന്നാൾ പുറമേ നടക്കുന്നത് ആൾക്കൂട്ടം. അതിന്റെ ആന്തരിക ചൈതന്യം സെബസ്ത്യാനോസിന്റെ ഓർമ്മ. അമ്പുകളേറ്റു മരിച്ച സെബസ്ത്യാനോസിനെ ഓർക്കുന്നു അതിരമ്പുഴയിൽ. അർത്തുങ്കൽ വെളുത്തച്ഛനെ ഓർക്കുന്നു. അരുവിത്തുറ പുണ്യവാളനെ ഓർക്കുന്നു. മണർകാട് മാതാവിനെ ഓർക്കുന്നു. പരുമല തിരുമേനി ഓർക്കുന്നു. കോതമംഗലത്ത് മുത്തപ്പനെ ഓർക്കുന്നു. ആത്മീകം, ധാര, അന്തർധാര, ആന്തരിക ചൈതന്യം. അപ്പം ഈ പെരുന്നാളുകൾക്ക് ബാഹ്യരൂപവുമുണ്ട്, ആന്തരിക ചൈതന്യവുമുണ്ട്. അപ്പൊ പെരുന്നാളുകൾക്ക് ബാഹ്യരൂപവുമുണ്ട്, ആന്തരിക ചൈതന്യവുമുണ്ട്. പക്ഷേ ഈ കൺവെൻഷനിൽ ബാഹ്യരൂപമേ ഉള്ളൂ, ആന്തരിക ചൈതന്യമില്ല. ഉണ്ടെങ്കിൽ എന്താണ് ആന്തരിക ചൈതന്യം? എന്താണ് ആന്തരിക ചൈതന്യം? അതാ കൺവെൻഷനിലെ ഈ ലീഡേഴ്സിന് ആളാകാൻ, ഷൈൻ ചെയ്യാൻ കുറച്ച് ആളുകൾ വലിയൊരു ഓഡിയൻസിനെ ഉണ്ടാക്കി പ്രസംഗം, പതിവ് പ്രസംഗം തന്നെ. അപ്പൊ അത് മനുഷ്യന്റെ മഹത്വത്തിനു വേണ്ടിയാണ്, മനുഷ്യന്റെ മഹത്വത്തിനു വേണ്ടിയാണ്, അല്ലെ? സാധാരണ കൂട്ടായ്മയിൽ പ്രസംഗിക്കുന്ന പാസ്റ്റർ പിരിവെടുത്തും നാട്ടുകാരെ വിളിച്ചു കൂട്ടിയും അപ്പുറത്തും ഇപ്പുറത്തുള്ള സഭകളിൽ നിന്ന് ആളെ കൂട്ടിയും ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി ആ ഗ്രൗണ്ടിൽ ആളെ കൂട്ടിയും ഇച്ചിരി കൂടെ കൂടി ഒരു ഓഡിയൻസ് ഉണ്ടാക്കി പ്രസംഗിക്കുന്ന എന്തിനാണ്? അദ്ദേഹത്തിന് ഒരു മനസ്സുഖം കിട്ടാനും ഒരു മഹത്വം കിട്ടാനുമാണ്. സെയിം പ്രസംഗമാണ്, സെയിം ഓഡിയൻസ് ആണ്, എല്ലാവരും കൂടെ കൂട്ടി
നായ 4 എണ്ണം കൂടുമ്പോൾ ഉള്ളൊരു ശക്തിയാണെന്ന് പറഞ്ഞ പോലെ ഇവർ കൂടുന്നു. അപ്പം അതുപോലെ കുമ്പനാട് കുറേ ആൾ കൂടുമ്പോൾ അവിടെ സ്റ്റേജിൽ അനൗൺസ് ചെയ്യാൻ വരെ പിടിയാണ്, പ്രാർത്ഥിക്കാൻ പിടിയാണ്. ഞങ്ങളുടെ ഇവിടെ ഒരു പാസ്റ്റർ പോയിട്ടുണ്ട്, ഏന്തി വലിഞ്ഞു പോയിരിക്കുക നാട്ടിൽ 10 മിനിറ്റ് കിട്ടുന്നേ. എന്തിനു പോകുന്നേ? കുമ്പനാട്ട്. അപ്പം ഭക്തിയുടെ ബാഹ്യരൂപം ഇവർ നിലനിർത്തും. പള്ളിയിൽ നിന്ന് പോയെങ്കിലും പെരുന്നാളില്ലെങ്കിലും ഭക്തിയുടെ ബാഹ്യരൂപം എന്ത് ചെയ്യും? നിലനിർത്തും. പള്ളിയിൽ പരിശുദ്ധ കുർബാന കൊടുക്കുന്നു. അപ്പോൾ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നു, വിശുദ്ധ കുർബാന കൊടുക്കുന്നു. എന്തുകൊണ്ടാ? കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ചതാണ്. വാങ്ങി ഭക്ഷിച്ചു കൊള്ളുവീൻ, ഇതെന്റെ ശരീരമാകുന്നു. വാങ്ങി പാനം ചെയ്യുവീൻ, ഇതെന്റെ രക്തമാകുന്നു. അപ്പം ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു മിശിഹാ സ്ഥാപിച്ച കുർബാനയെ അഭംഗുരം അനുസ്മരിച്ചുകൊണ്ട് അതിനെ അനുഷ്ഠിച്ചുകൊണ്ട് തലമുറ തലമുറയായി കൈമാറി കിട്ടിയ ആ വിശുദ്ധതകളിലേക്ക് ജനം പോകുന്നു. അതാണ് കുർബാന. പക്ഷെ പെന്തക്കോസുകാർക്കും ഉണ്ട് എന്താ? ബാഹ്യരൂപം, റൊട്ടിയും വെള്ളവും. നമ്മുടെ തിരുവേനി പറഞ്ഞ പോലെ റൊട്ടിയും നാരങ്ങ വെള്ളവും കുമ്പനാട്ട് കൊടുക്കും. ഇപ്പൊ റൊട്ടിയും നാരങ്ങ വെള്ളവും കുമ്പനാട്ട് കൊടുക്കും. എന്തിനാ? ബാഹ്യരൂപം. കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ആന്തരിക ചൈതന്യമുണ്ടോ? ഉണ്ടോ? ആന്തരിക ചൈതന്യമില്ല. ആന്തരിക ചൈതന്യം എന്താണ്? അതിന്റെ ആന്തരിക ചൈതന്യമാണ് ഇത് കർത്താവിന്റെ ശരീരവും രക്തവുമാണ്. അതാണ് അതിന്റെ ആന്തരിക ചൈതന്യം. അപ്പൊ ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുന്നു. ഭക്തിയുടെ ബാഹ്യരൂപത്തെ അതേപടി നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുന്നു. അപ്പൊ വിശുദ്ധ കുർബാന എന്ന ആന്തരിക ചൈതന്യം, വിശുദ്ധ കുർബാന എന്ന ആ ചൈതന്യ സ്രോതസ്, അപ്പൊ അതിന്റെ ചൈതന്യത്തെ നശിപ്പിച്ചു. പകരം എന്ത് ചെയ്തു? ഇത് കർത്താവിന്റെ ഓർമ്മയ്ക്കാണ്. എടാ, ഓർമ്മയ്ക്കാണ് ബ്രഹ്മി കഴിക്ക്. ഈ ഓർമ്മയ്ക്ക് ബ്രഹ്മിയാ കഴിക്കേണ്ടത്, അല്ലാതെ റൊട്ടിയല്ല കഴിക്കേണ്ടത്. പെന്തക്കോസ്തുകാർ മനസ്സിലാക്കണം. പെന്തക്കോസ്റ്റൽ ഇഡിയറ്റ്സ്, നിങ്ങൾ മനസ്സിലാക്കണം. ഓർമ്മയ്ക്ക് കഴിക്കേണ്ടത് ആയുർവേദം പറയുന്നത് ബ്രഹ്മി നല്ലതാ. ബ്രഹ്മി. നിങ്ങൾക്ക് ഈ ഓർമ്മക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ബ്രഹ്മി കഴിക്കുക. ഇനി കർത്താവിനെ ഓർക്കാൻ വേണ്ടി ഓർമ്മക്കുറവുണ്ടെങ്കിൽ നീയൊക്കെ ബ്രഹ്മി കഴിക്കടാ. ബ്രഹ്മി ഓർക്കാൻ നിൽക്കുന്നു, നീ മറന്നുപോയോ? ഓർമ്മയ്ക്കാണ് അത്രേ. ഓർമ്മയ്ക്ക് ബ്രഹ്മി കഴിക്ക്. ബ്രഹ്മി നല്ലതാ. സന്തോഷ് ബ്രഹ്മി മേടിച്ച് കഴിക്കും, ഓർക്കാൻ നല്ലതാ. അപ്പൊ ഇത് ഓർമ്മയ്ക്ക്. അപ്പൊ ഇവര് റൊട്ടിയും വെള്ളവും കൊടുക്കുക. റൊട്ടിയും വെള്ളവും. ഇവിടുത്തെ കുർബാനയെ അനുകരിക്കുക. ഇതിനെക്കുറിച്ചാണ് സ്ലീഹ എഴുതിയത്. പൗലോസ് സ്ലീഹ 2000 വർഷം മുമ്പ് തിമോത്തിയോസിന് എഴുതുമ്പോൾ എഴുതുകയാണ്, അന്ത്യകാലത്ത് ഭക്തികെട്ട മനുഷ്യർ വരും. അവര് ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കും. അപ്പൊ ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുന്ന ഭക്തികെട്ടവന്മാർ എത്ര കൃത്യമാണെന്ന് നോക്കി. നമ്മുടെ വിശുദ്ധ കുർബാനയെ അനുകരിക്കുക, പക്ഷെ ആന്തരിക ചൈതന്യം ഇല്ല. കർത്താവിന്റെ രക്തശരീരം അല്ല. ഇത് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മക്കുറവ് വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് കർത്താവിനെ ഓർക്കാൻ വേണ്ടി ഈ റൊട്ടി തിന്നുമ്പോൾ ഓർമ്മ വരും. പണ്ട് ഈ ശകുന്തള ദുഷ്യന്തരുമായിട്ട് പ്രണയബദ്ധയായി കഴിഞ്ഞ് അവർ തമ്മിൽ സ്നേഹിച്ചൊക്കെ നടന്നു. കാട്ടിക്കൂടെയൊക്കെ നടക്കുകയും കാലെ ദർഭമുന കൊള്ളുകയും പിന്നെ അവൾക്ക് ഗർഭം ഉണ്ടാകുകയും അങ്ങനെയൊക്കെ ആ കഥകൾ പോകും. അവസാനം ദുഷ്യന്തൻ ഒരു മോതിരം ഊരി കൊടുത്തു ശകുന്തളയ്ക്ക് ഓർക്കാൻ. മറന്നുപോയാൽ ഓർക്കാൻ. അവസാനം ശകുന്തള മഹർഷിമാരെ എല്ലാം കൂടെ കൂട്ടി കൊട്ടാരത്തിലോട്ട് പോകുന്ന വഴി ഈ മോതിരം അങ്ങ് പോയി. ദുഷ്യന്തൻ മറന്നും പോയെന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഈ മോതിരം ഒരു മീൻ വിഴുങ്ങി ആ മീനെ ആരാണ്ട് പിടിച്ചുകൊണ്ട് ദുഷ്യന്തന് കൊടുക്കുവോ, ദുഷ്യന്തൻ ആ മീനിന്റെ വായിൽ നിന്ന് മോതിരം കിട്ടുവോ? കാളിദാസന്റെ കഥയല്ലേ, എത്ര ഭംഗിയാ. മോതിരം കണ്ടപ്പം ഓർത്തു, ശകുന്തളേ ശകുന്തളേ. കണ്ടോ? ഓർമ്മ പെട്ടെന്ന് മറന്നുപോയതാണ്. ഇപ്പം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അപ്പം ഈ ഒരു മുനി ശപിച്ചതാ. കാരണം മുനി വന്നപ്പം ശകുന്തള ഇങ്ങനെ ഓർത്ത് ഈ ദുഷ്യന്തനെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ മുനി പറഞ്ഞു, നീ ഏതവനെ ധ്യാനിച്ചിരിക്കുന്ന അവൻ നിന്നെ മറന്നു പോട്ടെ. കുഴപ്പമില്ല, മോതിരം കാണിച്ച ഓർക്കുമല്ലോ. പക്ഷെ മോതിരം ആറ്റിപ്പോയി. ആറ്റിൽ അതൊരു മീൻ മെഴുകി. ഇപ്പം പെന്തക്കോസുകാരുടെ പെന്തക്കോസുകാരുടെ മോതിരമല്ല മീനിന്റെ വയറ്റിലിരിക്കുക. പെന്തക്കോസുകാരുടെ വെളുത്ത ഉടുപ്പിട്ട പാസ്റ്റർമാരാ പാത്രവുമായി അടുക്കുമ്പോൾ താടി നീട്ടിയ കർത്താവിനെ ഊളൻ പെന്തോയ്ക്കോർമ്മ വരും. നിനക്ക് ഓർക്കാനല്ലേ? നിനക്ക് ഓർമ്മ തീരെയില്ല. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുക. ഓർമ്മയ്ക്കുള്ള ഒരു ഔഷധം, ഓർമ്മക്കുറവിനുള്ള ഔഷധം റൊട്ടിയും വെള്ളവും. തങ്കപ്പന്റെ ബേക്കറിയിൽ നിന്ന് റൊട്ടി, തങ്കപ്പന്റെ ബേക്കറിയിൽ നിന്ന് റൊട്ടി മേടിച്ച് പാസ്റ്റർ നിന്റെ അണ്ണാക്കിലോട്ട് വെക്കും. നിനക്ക് കർത്താവിന് ഓർമ്മ വരും. ഈ ബോഷ്ക്ക് വിശ്വസിച്ചാണ് നീ നിൽക്കുന്നത്. ഞാനിത് സിനിമാ പാട്ടൊക്കെ വെച്ച് ഈ കോമഡി ആയിട്ടൊക്കെ വല്ല വിധേനെ നിങ്ങളുടെ തലയെ കയറട്ടെന്ന് ഓർത്ത. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് 1500 വർഷം ഈ ഭൂമിയിൽ ആർക്കും സംശയമില്ലായിരുന്നു അത് രക്തശരീരമാണ്. 1500 വർഷം ഒരു മനുഷ്യനും ഓരോ ഒബ്ജക്ഷനും പറഞ്ഞില്ല. 1500 വർഷം 1500 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരുത്തന് സംശയം തോന്നി, ഇനി ഇത് രക്തശരീരങ്ങൾ തന്നെയാണോ? അപ്പൊ പിന്നെ അവന് എന്നാടി മോനെ അപ്പം 1500 വർഷം കഴിഞ്ഞപ്പോ അവന് 1500 വർഷം കഴിഞ്ഞപ്പോ സംശയം തുടങ്ങി, ഇത് രക്തശരീരം. പിന്നെ ഇത് എന്തിനു കൊള്ളാം, ഇതൊക്കെയായാലും കർത്താവ് സ്ഥാപിക്കുകയും ചെയ്ത് നമ്മളെങ്ങനെ നടത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇനി നിർത്തി കഴിഞ്ഞ ആളുകൾ പിടിക്കും. മിക്ക പെന്തക്കോസ് കൂട്ടായ്മയിലും എല്ലാ ആഴ്ചയിലും ഒന്നും ഇല്ല, മാസത്തിലൊന്ന് 2 മാസം കൂടുമ്പോൾ, പണ്ടൊക്കെ 3 മാസം കൂടുമ്പോൾ. ഇപ്പൊ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ സംശയം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പൊ പരുവക്കേടായപ്പോൾ എല്ലാ ആഴ്ചയിലും വെക്കുന്നുണ്ട്. ഇതൊരു അസൗകര്യമായിട്ട് തന്നെ അവർ കാണുന്നത്, ഒരു അശ്രീകരമായിട്ടും. പിന്നെ ഇത് നടത്തിയില്ലെങ്കിൽ ജനത്തെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. എന്നത്തേനും കുട്ടു ഭയങ്കര വിശുദ്ധി വേണം, അത് വേണം, ഇതെന്താന്ന് ഇവർക്ക് അറിയത്തില്ല. ഈ റൊട്ടിയും വെള്ള ഓർമ്മയ്ക്കാം. പെന്തക്കോസുകാരോട് ചോദിച്ചാൽ പറയും, ഇതെന്നാ നിങ്ങൾ നടത്തുന്നത്? ഓർമ്മയ്ക്ക്. ഓ അത് ശരി. അപ്പൊ പിന്നെ അങ്ങനെയാണ് പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്ന പിള്ളേർക്ക് വലിയൊരു റൊട്ടി അവന്റെ വായിലോട്ട് കയറ്റും. നല്ലപോലെ എല്ലാം ഓർക്കട്ടെ, ഓർമ്മയ്ക്ക് നല്ലതാ റൊട്ടി. റൊട്ടി തിന്നുമ്പോൾ ഓർമ്മ വരും. നല്ല കണ്ടുപിടുത്തല്ലേ. അപ്പൊ ഞാനീ പറഞ്ഞത് ഇത് അപ്പോസ്തലനായ പൗലൂസ് എഴുതിയതാണ്. ഈ ഭക്തികെട്ട പുരുഷന്മാര് എന്തു ചെയ്യും? ഭക്തികെട്ട പുരുഷന്മാർ ഭക്തിയുടെ ബാഹ്യരൂപമെല്ലാം അതേപടി നിലനിർത്തും. അപ്പൊ നമ്മുടെ പെരുന്നാളിന്റെ ബാഹ്യരൂപം നിലനിർത്തുക, ആള് കൂടുക, പന്തലിടുക, കാൽനാട്ട് കർമ്മം, അതെ ഇത് എല്ലാം ഉണ്ട്. കുമ്പനാട്ട് കാല് നാട്ടുന്നു, പിന്നെ മുളക്കുഴ കാല് നാട്ടുന്നു, തിരുവല്ലായി കാല് നാട്ടുന്നു, പുനലൂര് കാല് നാട്ടുന്നു. എന്ത് ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിർത്തുന്നു, അതിന്റെ ആന്തരിക ചൈതന്യം അവിടെ നിഷേധിക്കപ്പെടുന്നു. റൊട്ടിയും വെള്ളം എടുത്തു വെക്കുന്നു, വിതരണം ചെയ്യുന്നു. പക്ഷെ എന്തിനാന്ന് ചോദിച്ചാൽ ആന്തരിക ചൈതന്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതാണ് ഈ സീസണിൽ നടക്കുന്നത്. ശകുന്തളേ ശകുന്തളേ. ഇപ്പം നമുക്ക് ഓർമ്മ വരും, മോതിരം കാണുമ്പോൾ പെന്തക്കോസുകാരന് ഓർമ്മ വരും. അപ്പൊ ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഈ അനീഷ് കാവാലം ചെയ്ത വളരെ വലിയൊരു ഉപകാരം, ഈ സെഷനിൽ അനീഷ് കാവാലത്തിന്റെ
എന്തെങ്കിലും കുറ്റം കേൾക്കാനായിട്ട് ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ ഐ ആം സോറി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റവും പറയുന്നില്ല, നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഇത് അനീഷ് കാവാലത്തെ വിമർശിക്കുന്ന ഒരു സെഷനൊന്നുമല്ല. അനീഷ് കാവാലം ചെയ്ത ഒരു നല്ല കാര്യമാണ് പറയാൻ പോണേ. അപ്പം നന്മ കേൾക്കാൻ താല്പര്യമുള്ളവർ നിന്നാൽ മതി. ഇവിടെ അനീഷ് കാവാലത്തിൻ്റെ ഒരു തിന്മയും പറയുന്നില്ല. വളരെ നല്ലൊരു കാര്യം, കമൻറ്റബിൾ തിങ് അനീഷ് കാവാലം ചെയ്തു. അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. ഇതൊരു പ്രോഗ്രാം കഴിഞ്ഞ ദിവസം അനീഷ് കാവാലം നടത്തുകയാണ് ദുബായിൽ. നല്ലൊരു പ്രോഗ്രാമാണ്, വളരെ നല്ലൊരു പ്രോഗ്രാം. അത് നിങ്ങളെല്ലാവരും കാണണം, യൂട്യൂബിലുണ്ട്. ഞാൻ ലിങ്ക് വേണം ഇട്ടേക്കാം. എന്നാ ഈ കാലം വരാത്തെന്നുള്ള ഒരു സെക്കൻഡ് ക്ഷമിക്കണേ. ഹലോ ഹലോ ചെക്ക്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കുക. മുമ്പിൽ ഒരു ചെക്ക്. സഹോദരന്മാര് ഗാനമേളയില് പാടി ആരാധിച്ചത് ഞങ്ങളെ സഹായിക്കണമേ. പാട്ടായ സീറ്റുകൾ ഇവിടെ ഉണ്ട്. അവരും ധാരാളമായി അനുഗ്രഹിച്ച് ണമേ എന്നും ജീവിതത്തിലെ ആ പാട്ടറിയാവുന്നവർ വേണേ ഹൃദയത്തിലൊന്ന് പാടി യോജിക്കുന്നത് നല്ലതാണ്. മുന്നോട്ട് 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 മുന്നോട്ട്. ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാരുടെ ഒരു പരിപാടി തന്നെ നമുക്കൊന്ന് കാണണമെങ്കിൽ തന്നെ 100 പ്രാർത്ഥനകൾ. ഈ കടമ്പെല്ലാം കടന്നിട്ട് ഈ ആളുടെ മൈക്കൊന്ന് കിട്ടണ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം അനീഷ് കാവാലത്തിൻ്റെ മൈക്ക് കിട്ടിയപ്പോൾ തന്നെ 47 മിനിറ്റായി. ഒരു പ്രോഗ്രാമാണ്. ഇതാണ് നമ്മുടെ കാവാലം വന്ന്. കസാര ഒഴിച്ചിടരുത്, അതിലോട്ട് കയറി ഫില്ല് ചെയ്തിരിക്കണം. പുള്ളി നമ്മുടെ ആരാ KV സൈമന്റെ വേഷഭൂഷാദികളൊക്കെ അനുകരിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് കേൾക്കാം. മുന്നിൽ കസാരയുണ്ട്, പിന്നെ മുന്നോട്ട് എഴുന്നേൽപ്പിച്ചെടുത്തോ, അതിനിട വരുത്തരുത്. മുന്നിൽ കസാരയുണ്ട്, കയറിയിരിക്കണം. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അവിടെ എത്ര ചെയറുണ്ട് ദൈവദാസന്മാർക്കിരിക്കാൻ? ഇല്ല. ഇതിന്മാരും മുമ്പോട്ട് കയറിയിരിക്കുക. പുറകിരിക്കുന്നവർ കയറിയിരിക്കുക. ഈ ശബ്ദം മുഴുവൻ ലോകം നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടെ കർത്തദാസൻ അധ്യക്ഷൻ ഓർപ്പിച്ചതുപോലെ പ്രാരംഭത്തില് ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. കേട്ടോ, പ്രിയ അച്ചായൻ ഓർപ്പിച്ചതുപോലെ സംഗീത ശുശ്രൂഷയിൽ അഗാധ പാണ്ഡിത്യമുള്ളവരോ ഞാനും അഭിപ്രായം പറയാനോ അന്നേ ഒന്ന് പറഞ്ഞ് ആ ഒന്നുകൂടെ പാടി ഓർപ്പിക്കുന്നേ ഉള്ളൂ. അപാകതകള് വരാം, സ്വര സ്ഥാനമൊക്കെ തെറ്റിയെന്ന് വരാം, ശ്രുതി ചിലപ്പം ഒത്തില്ലെന്ന് വരാം. സംഗതി അതെന്തുവാ അതെനിക്കും അറിയാൻ മേല. ആയതുകൊണ്ട് നിങ്ങളും ദൂരത്തിരുന്ന് വീക്ഷിക്കുന്നവരെല്ലാം ഇതിനോടൊന്ന് യോജിക്കുന്നത് നല്ലതാണ്. എന്തായാലും സംഗീതത്തിന് വളരെ പ്രാധാന്യമാത്തി അവர்களுം പറഞ്ഞ് നമുക്ക് പഴയ ആട്ടെ അങ്ങനെ ചിന്തിച്ചു. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സർവസഭയെ ഏൽപ്പിക്കാൻ പോവുക, ചൊല്ലി കേൾപ്പിക്കുക. ചിലപ്പോ ഇത് പെട്ടെന്നായതുകൊണ്ട് ഇത് EV വർഗീസ്, അന്നുണ്ടായിരുന്ന മുട്ടൻ കീ വർഗീച്ചൻ, നമ്മുടെ ബേബിച്ചായൻ കടമൻ, ഉടനെ പുള്ളി ആ സ്ഥലം മാറ്റുക.
ഒരു സ്ഥലത്തോട്ട് ചെല്ലും, അവരുടെ ട്രാൻസ്ഫർ അങ്ങനെ ഒക്കെ. നമ്മൾ 10 മണിക്കകം ഈ ശുശ്രൂഷ അവസാനിപ്പിക്കണമെന്നാണ് ചിന്തിക്കുന്നത്. പിന്നെ നടത്തിപ്പുകാരവർ പറഞ്ഞു അല്പം 5-10 മിനിറ്റ് പോയാലും കുഴപ്പമില്ലെന്ന് പറയുന്നു. കണ്ടറിയാം. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ഒരു പാട്ട് ഇപ്പൊ ശ്രദ്ധിക്കാം. ആ പാട്ട് എഴുതിയത് പത്തനാപുരത്ത് ജനിച്ചു വളർത്തപ്പെട്ട ഈത്തിവിളയിൽ പാസ്റ്റർ EV വർഗീസ് അവർ എഴുതിയ പാട്ടാണ്. അദ്ദേഹത്തിന്റെ അനുജൻ ഒരാളുണ്ട്, EV ശൗമേലുകുട്ടി, ദാനിയേലുകുട്ടി, EV ദാനിയേലുകുട്ടി. അദ്ദേഹത്തിന്റെ മൂത്തുകയറി ബംഗളം. നമ്മൾ ഈ കേൾക്കുന്ന പ്രോഗ്രാം പെന്തക്കോസ്ത് ലിറ്റർജി പാട്ടുകളാണല്ലോ. ആ ആത്മീക ഗീതങ്ങൾ എങ്ങനെ ഉളവായി, എങ്ങനെ വന്നു എന്നുള്ളത് പാസ്റ്റർ അനീഷ് കാവാലൻ വിവരിക്കുന്നതാണ്. സത്യസന്ധമായ വിവരണമാണ് അദ്ദേഹം നൽകുന്നത്. നമ്മളത് കേൾക്കുക. ഇപ്പം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പം നമ്മൾ വിരോധം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നേരിട്ട് അനീഷ് കാവാലത്തിന്റെ വാക്കുകൾ കേൾക്കുന്നത്. EV ചിന്നമ്മ ദൈവദാസി മദറായിരുന്നു TPM-ല്. വർഗീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുത്രനാണ് EV വർഗീസ്. സിലോൺ പെന്തക്കോസ്തിലെ ആ കാലത്തെ പാട്ടുകാരിൽ പ്രഥമ സ്ഥാനം അംഗീകരിച്ച ചിലരുണ്ട്. ഒന്ന് EV ദാനിയേലുകുട്ടി, ഒന്ന് EV വർഗീസ്, അന്നുണ്ടായിരുന്ന മുട്ടൻ വർഗീച്ചൻ, നമ്മുടെ ബേവിച്ചായൻ, കടമ്പനിട്ട ബേവിച്ചായൻ, അതുപോലെ തന്നെ പള്ളിപ്പാട്ട് PP മാത്യു, അദ്ദേഹത്തിന്റെ പാട്ടുകൾ വളരെ ക്ഷേമം. ഇവരെല്ലാം അന്നത്തെ കാലത്ത് സിലോൺ പെന്തക്കോസ്തിലെ പാട്ടുകാരായിരുന്നു. അവര് പാട്ടെഴുതുന്നത് ഇന്നുള്ള പല പാട്ടുകാരെ എഴുതും പോലല്ല. എല്ലാവരെയും അല്ല, ചിലരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച ഇതൊരു ആത്മീക ശുശ്രൂഷയ. അപ്പോൾ ആ EV വർഗീസ് എന്ന് പറയുന്ന ശ്രേഷ്ഠ ദൈവവൃത്യൻ അദ്ദേഹം ഹയർ സ്റ്റഡിയൊക്കെ പഠിച്ച് സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. അന്നത്തെ കാലത്ത് ഈട്ടുവള EV വർഗീസ് അവർ പത്തനാപുരംകാരനെ കേൾക്കുന്നുണ്ടായിരിക്കും. ദൂരെ ഇവിടെ ഇത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ പുത്രൻ ഇപ്പോൾ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ IPC ആരാധിക്കുന്ന, ഞാൻ സഫൂർചാൻ എന്നാ വിളിക്കുന്നത്, ആ മാന്യദേഹം ചരിത്രമെല്ലാം പറഞ്ഞതാണ്. EV വർഗീസ് രക്ഷിക്കപ്പെടാനുള്ള സന്ദർഭം തന്റെ മൂത്ത പെങ്ങൾ EV ചിന്നമ്മ ഒരു യോഗത്തിന് പോയി, പെന്തക്കോസ്തുകാരുടെ യോഗം. അന്ന് യോഗത്തിൽ പ്രസംഗിക്കുന്നത് കർത്താവിന്റെ വലിയേറിയ ദാസൻ പാസ്റ്റർ പോൾ അവർകള. എന്തോ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നേ? ഈ യോഗം ഉഴപ്പാൻ വന്നാന്നോ? അപ്പൊ ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി EV ചിന്നമ്മ പത്തനാപുരത്തെ യോഗത്തിന് പോയി. അന്ന് പ്രസംഗിക്കുന്നത് പാസ്റ്റർ പോൾ അവർകള. അദ്ദേഹം തൃശ്ശൂരുകാരൻ, പഴയ പേര് രാമൻകുട്ടി എന്ന. സിലോണിൽ പോയി അവിടെ വെച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ചരിത്രം അറിയാവുന്നവർക്കറിയാം. അങ്ങനെ രക്ഷിക്കപ്പെട്ട അനന്തരം പാസ്റ്റർ പോൾ അവർകൾ പത്തനാപുരത്ത് വന്ന് ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ കഴിക്കുന്ന കാലം. അപ്പോൾ ആ യോഗത്തിൽ ഈട്ടുവളകിലെ EV ചിന്നമ്മ യോഗത്തിന് പോയി. ചിന്നമ്മയെ കൂട്ടിനായിട്ട് സഹോദരന്മാർ EV ദാനിയേലുകുട്ടിയും EV വർഗീസും ചിന്നമ്മയും കൊണ്ടുപോയി, പെങ്ങളെ കൊണ്ടുപോയി യോഗത്തിന്. പെങ്ങൾ ആ യോഗത്തിന് പോയത് യേശുവിനെ അറിയുവാനും ആരാധിക്കാനും. പക്ഷെ ആ യോഗത്തിൽ EV വർഗീസ് രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് പൂർണ്ണ സമർപ്പണത്തോടെ കർത്താവിന്റെ വേലയ്ക്കിറങ്ങി. അധ്യാപക വൃത്തിയെല്ലാം മാറ്റിവെച്ച് സിലോണിലുമൊക്കെ പോയി നന്നായി കർത്തൃ ശുശ്രൂഷ ചെയ്തു. ഈ രക്ഷിക്കപ്പെട്ടു, വേലക്കിറങ്ങി എന്നൊക്കെ പറയുന്ന അന്നത്തെ കാലത്ത് ഈ എല്ലാം ഈ സുറിയാനി സഭ എന്നുള്ളവരാണ് ഈ കൂടുതലും ഇങ്ങനെ ഇറങ്ങിയത്. അന്ന് അച്ഛനാകാൻ, പുരോഹിതനാകാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അന്നത്തെ ഒരു പ്രധാന മാനദണ്ഡം കുടുംബം നോക്കും. ഒരാൾക്ക് അച്ഛനാണെങ്കിൽ, ഒരു അച്ഛനുള്ള കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇപ്പം ഈ കുടുംബം നോക്കുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിനൊരു പേരുദോഷം ഉള്ള കുടുംബത്തിൽ നിന്നുള്ള ആളെ അച്ഛനാക്കുക.
അപ്പോൾ ഈ മോഷ്ടാക്കളുള്ള കുടുംബം, ആരെങ്കിലും ആത്മഹത്യ ചെയ്ത കുടുംബം, കൊലപാതകന്മാരുള്ള കുടുംബം, അങ്ങനെയൊക്കെ ഉള്ളത് നോക്കും. അപ്പോൾ ഈ ആളൊരു അച്ഛനാകാൻ എലിജിബിൾ, ആ വിദ്യാഭ്യാസമുണ്ട്, പഠിത്തമുണ്ട്, അല്പം പഠിച്ചു, സ്കൂളിൽ അധ്യാപകനുമായി, പക്ഷേ പട്ടം ചോദിച്ചാൽ കൊടുക്കുകയില്ല. അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം സൂര്യാനി പഠിക്കണം. മൽപ്പാന്മാരുടെ അടുത്ത് പോവുക, സൂര്യാനി പഠിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രായോഗിക വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അച്ഛന്മാരാകാനും ഒക്കെ ആഗ്രഹിക്കുന്ന പല ആളുകൾക്കും അതൊന്നും അന്ന് നടക്കുക അന്നത്തെ കാലത്ത്. ഇന്നത്തെ പോലെ കൂടുതൽ ജനാധിപത്യമൊന്നുമല്ല. പിന്നെ മെത്രാന്മാരുടെ ഒക്കെ തീരുമാനം, മെത്രാന്മാരുടെ എണ്ണം തന്നെ വളരെ വിരളമാണ്. അവർക്കൊക്കെ ഉള്ള വലിയ അധികാരമൊക്കെ ഉള്ള കാലങ്ങളാണ്. അപ്പോഴാണ് ഈ വളയത്തിൽ കൂടെ ചാടണം. ഈ സുറിയാനി സഭയിൽ ഒരു കത്തനാരാകുക എന്ന് പറഞ്ഞാൽ വളയത്തിൽ കൂടെ ചാടണം. അപ്പോഴാണ് രാമൻകുട്ടി വളയമില്ലാതെ ചാടാനുള്ള ഒരു ഓഫർ കൊണ്ടുവരുന്നത്. മനസ്സിലായോ? ശുശ്രൂഷകനാകുകയും ചെയ്യാം, എന്നാൽ സുറിയാനി പഠിക്കുകയും വേണ്ട, സെമിനാരി പോവുകയും വേണ്ട, കുടുംബ പാരമ്പര്യ പശ്ചാത്തലമൊന്നും പ്രശ്നമല്ല, നമുക്ക് ജാമെന്ന് ആളാണ്. അതിനുശേഷമായിട്ട് അന്ന് ഉൾപ്പെട്ടു നിന്ന സഭയിലെ ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അതൃപ്തി തോന്നി. അത് ചുമതലക്കാരോട് പറഞ്ഞപ്പോൾ മനുഷ്യൻ എന്റെയോ അല്പമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഉടനെ പുള്ളി ആ സ്ഥലം മാറ്റുക, ഒരു സ്ഥലത്തോട്ട് ചെല്ലും. അവരുടെ ട്രാൻസ്ഫർ അങ്ങനെ പൊക്കോളാൻ പറഞ്ഞ് അന്നേരം പോവുക. നമ്മൾ 5 മാസം മുമ്പ് കമ്മിറ്റി കൂടി തീരുമാനിക്കണം, എന്നാലും പോവുകയല്ല. അവിടുത്തെ പോകാൻ പറഞ്ഞ ഉടനെ പൊക്കോണം. അപ്പൊ അദ്ദേഹം ഉടനെ എന്റെ ഭാഷയാ കൂടും കിടക്കി എടുത്ത് അടുത്ത പെയ്ത്തോമി ചെന്നപ്പോ അവിടെ വേറൊരാളെ നിയമിച്ചു. ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. വേറൊരു സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നപ്പോഴും വേറൊരാളെ നിയമിച്ചു. അവിടുന്ന് പിന്നെ അടുത്ത സ്ഥലത്തോട്ട്, അവിടെ ചെന്നപ്പോഴും വേറൊരാൾ. ഇങ്ങനെ അങ്ങ് വലിയ മനപ്രയാസമായി. ഇതിനോട് ബന്ധപ്പെട്ട പട്ടിണിയും ദുഃഖവും വേദനയും, ഞാനിതിന് ഇറങ്ങിത്തിരിച്ചല്ലോ എന്നൊരു ചിന്ത മനുഷ്യനല്ലേ ഹൃദയത്തിൽ അലതല്ലിയപ്പോൾ ദൈവം ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി. അപ്പോൾ ഉരുത്തിരിഞ്ഞ ഒരു വരിയാണ്, ആഴികെന്നോർത്തില്ല ആഴമറിഞ്ഞില്ല അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ, ഞാൻ വേലയ്ക്കങ്ങ് ഇറങ്ങി. സ്തോത്രം. ആ വരികൾ ഇപ്പോൾ ആ വരി സഹോദരനെ ബിജോയി മുൻപോട്ട് വന്ന് ആ വരികൾ പാടും. ഇത് ഒരു ആത്മീക ശുശ്രൂഷ. നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാം, ഹൃദയത്തിൽ സ്തോത്രം ചെയ്യാം, ഹൃദയത്തിൽ പാട്ട് പാടി കൂടെ പോകാം. ഇത് കാണികളായിട്ട് മാത്രമല്ലേക്ക് നമ്മളെല്ലാം ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഇതാണ് അതിന്റെ സന്ദർഭം. എടുത്ത് യാടി, എടുത്തിറങ്ങി, കർത്താവേ യാഹേ, നീ എന്നെ കൈവിടരുത്, നീ എന്നെ പരിപാലിക്കാൻ വിശ്വസ്തന. പാടിയ അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു വരുവാ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ. അപ്പൊ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം ഒരു മനുഷ്യനെ ഈ പെന്തക്കോസ്തുകാരെല്ലാം കൂടെ സ്ക്രൂ ചെയ്തു. മര്യാദയ്ക്ക് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നവനാണ്. അവനെ ഇതോ കർത്താവ് വിളിക്കുന്നു ഇങ്ങനെയെല്ലാം പറഞ്ഞ് ആ പാവപ്പെട്ടവൻ ചാടി. അച്ഛനാകാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പള്ളിയിൽ അച്ഛനുമാക്കിയില്ല, ഇവരെല്ലാം കൂടെ ഇപ്പം ശരിയാക്കാമെന്ന്. അങ്ങനെ എടുത്ത് ചാടി, കൂടും കൂടൊക്കെ എടുത്ത് ഇറങ്ങുകയും ചെയ്തു. അന്നത്തെ കാലത്തല്ലേ തിരിച്ചു പോകാൻ, അന്ന് ഗ്ലോറിയസ് ഗോസ്പലൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പം തിരിച്ചു പോകേണ്ടവർക്ക് ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കി വെച്ചു. തിരിച്ചു പോകാനും നിവൃത്തിയില്ല, തൊഴിയും ആപ്പാടെ ഇവന്മാരുടെ ചവിട്ടും
നല്ല കാര്യമുള്ള കാര്യമാണ്, നല്ല കുടുംബത്തിലിരുന്നതാ. ഇവൻ്റെ പറമ്പിൽ പണിതുകൊണ്ടിരുന്നവനാണ് ഇവനെ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് പലയിടത്തൂടെ നടന്ന് ഏറ്റവും ലാസ്റ്റ് എൻ്റെ കർത്താവേ എന്നൊരു വിളിയും വിളിച്ച്, അപ്പൊ അയാളുടെ ഒരു പേഴ്സണൽ ദുരന്തം, വ്യക്തിപരമായ ഒരു ദുരന്തത്തെ പാട്ടാക്കി. നല്ല കാര്യം, ഞാനതിനൊന്നും എതിരല്ല. വ്യക്തിപരമായി നമുക്ക് ദുഃഖം വരുമ്പം പാട്ടെഴുതാൻ കഴിവുള്ളവൻ പാട്ടെഴുതണം. പാട്ടെഴുതാൻ കഴിവില്ലാത്തവനാണ് അവൻ പോയി കള്ളു കുടിക്കും. ചില ആളുകൾ കള്ളു കുടിച്ച് വെച്ച് പാട്ടെഴുതും. നമ്മുടെ പല കവികളുടെ ഇതൊക്കെ കാണിച്ചില്ലേ, വേറെ ഇതിനൊന്നും കഴിവില്ലാത്തവൻ പോയി തൂങ്ങിച്ചാവും, അല്ല തീവണ്ടിക്ക് മുമ്പിച്ചാവും. ഇങ്ങനെയൊക്കെ ആ മനുഷ്യന് ദുഃഖം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്തു. അപ്പോൾ ഇത് പാട്ടെഴുത്താൻ നിന്നു, ഒരു പാട്ടെഴുതി. അയാൾക്കൊരു ദുഃഖം വന്നു, അയാൾക്കൊരു സങ്കടം വന്നു, അയാൾ പാട്ടെഴുതി. നാളെ ഇവിടെ $75 മണിക്കൂറിന് മേടിക്കുന്ന നേഴ്സും അവളുടെ ഹസ്ബൻഡ് $120 മണിക്കൂറിന് മേടിക്കുന്ന ഫാർമസിസ്റ്റും വർഷം $4 ലക്ഷം മേടിക്കുന്ന MBA മകനൂടെ സഭയിൽ പോയിരുന്ന് പാടുക, ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ. പേഴ്സണൽ എക്സ്പീരിയൻസ്. ഈ പെന്തക്കോസ്തുകാരുടെ ഊളത്തരം എന്താണെന്ന് ഈ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇത് നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ. അതായത് ഇതൊന്നും കോൺഗ്രിഗേഷന് പാടാൻ പറ്റിയ പാട്ടല്ല. വ്യക്തിപരമായിട്ട് ഈ 70 കൊല്ലം മുമ്പ് ഒരു ഉപദേശിയെ സ്ക്രൂ ചെയ്തപ്പം അയാൾക്ക് പറ്റിയ അബദ്ധത്തിൽ അയാൾ നിരാശയിൽ നിലവിളിച്ച ഒരു പാട്ടാണ്. ഇവർ തന്നെ പറയുക, അതെന്തിനാ നിങ്ങളീ പാടുന്നേ? അതിനകത്ത് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾ ഈ സുറിയാനിക്കാരുടെ പള്ളിയിലോട്ട് നോക്ക്, അതിന്റെ തക്സ നോക്ക്, അവിടുത്തെ കുർബാന നോക്ക്. ഇന്നിപ്പം ഈ ഡെനീസ് സെബാസ്റ്റ്യനൊക്കെ ലിറ്റർജിയൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ യാക്കോബിന്റെ തക്സ വെച്ച് കുർബാന വെല്ലുന്ന കേൾക്കുവേ. അംബാനി വന്നു നിന്നാലും അത് അദ്ദേഹത്തെ ഇൻക്ലൂഡ് ചെയ്യും. മനസ്സിലായോ? ഒരു കോടീശ്വരൻ വന്നു നിന്നാലും, ഒരു ദരിദ്രവാസി വന്നു നിന്നാലും, ഒരു വെളുത്തവൻ നിന്നാലും, ഒരു കറുത്തവൻ നിന്നാലും, ഒരു രോഗിയായി നിന്നാലും, ആരോഗ്യമുള്ള നിന്നാലും, പല തരത്തിലുള്ള ആളുകളാണ് നിൽക്കുന്നത്. ആ മുഴുവൻ പേരെയും കൂടെ ഉൾക്കൊള്ളുക. മനസ്സിലാകുന്നോ? പലതരത്തിൽപ്പെട്ടവരാ. കടമുള്ളവൻ, കടമില്ലാത്തവൻ, കടം കൊടുത്തവൻ, കടം മേടിച്ചവൻ, രോഗമുള്ളവൻ, രോഗമില്ലാത്തവൻ, രോഗിയായവൻ, ഡോക്ടറായവൻ, നേഴ്സ്, എല്ലാം നിൽക്കുക. അപ്പൊ പാടുകയാണ്, നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ ഏകസുതാ വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തുന്നു. ഉണ്ടോ? എല്ലാവർക്കും പാടാം, അതെല്ലാവരെയും ബാധിക്കുന്നു ഒരുപോലെ. അല്ലാതെ ഞാൻ 2 കൈ വിട്ട് വെള്ളത്തിൽ പോയതേ താന്നു പോവുകയാണ്, എൻ്റെ ഗതികേടെ ഞാൻ ചവിട്ടുകൊള്ളുകയാണ് അല്ല. പേഴ്സണൽ എക്സ്പീരിയൻസിനെ പാട്ടാക്കിയിട്ട് അത് കോൺഗ്രിഗേഷനിൽ പാടുമ്പോൾ, ഇതാണ് ഈ പെന്തക്കോസ്തുകാരുടെ അബദ്ധം. ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ലിറ്റർജി ഇല്ല, അതുണ്ടാകണം. അത് ഞാൻ പെന്തക്കോസ്തിൽ നിന്നപ്പം കുറെ പറഞ്ഞിട്ട് എന്നെ അവരെല്ലാം കുത്തുകായിരുന്നു, കുഴപ്പമാണെന്നത്. ഇപ്പൊ ഞാൻ രണ്ടും നല്ല ലിറ്റർജി ഉള്ളിടത്തോട്ട് മാറി. ഓക്കെ, ബൈ ബൈ. പക്ഷെ നിങ്ങൾക്കില്ല. ഇനി ഞാൻ പറയാണ്, നിങ്ങൾക്കില്ല. നിങ്ങൾ ഇങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ ദുഃഖത്തിലും തൊഴി കൊണ്ടപ്പോൾ അവൻ എഴുതിയതും അവൻ മോങ്ങിയതും ഒക്കെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ഇപ്പോഴും മോങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങളുടെ സഭയിലിരിക്കുന്ന ആളുകൾക്ക്, ഇപ്പൊ അമേരിക്കയിലെ ഈ ഹ്യൂസ്റ്റണിലെ സഭയിലിരുന്ന് ഇത് പാടുക. എൻ്റെ തന്നെ എല്ലാ സൂട്ടും കോട്ടും ഇട്ടിരിക്കും. ഇപ്പൊ ഈ അച്ചായൻ, ഈ നമ്മുടെ അനീഷ് കാവാലം പാസ്റ്റർ പറഞ്ഞ ഹ്യൂസ്റ്റൺ എബ്രോൻ, ഇവിടെ അടുത്തുള്ള ഒരു ചർച്ച, നിങ്ങളത് സഭ കാണണം. വലിയ താജ്മഹൽ പോലെ വലിയൊരു ബിൽഡിംഗ് ഒക്കെയാണ്. ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പം എല്ലാവരും അവിടെ ആരാധിക്കുന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ സൂട്ടില്ലാത്തുള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ പോയപ്പം ഞാനവിടെ ഒരു പ്രസംഗമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പ്രസംഗിച്ചിട്ട് പോന്നപ്പം ഞാൻ നോക്കി, മുഴുവൻ ആളുകളും സൂട്ടിട്ടായിരിക്കും. അന്ന് സൂട്ടില്ലാതെ ചെന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞ സൂട്ടിന്റെ കാര്യമല്ല പറഞ്ഞു, എന്ന് പറഞ്ഞാൽ അതുപോലെ ഭയങ്കര ഫിനാൻഷ്യൽ അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. എല്ലാം ഭയങ്കര പൈസ ഉള്ളവരും, എവിടെയെല്ലാം വീടുണ്ടെന്നും ബാങ്കിൽ പൈസ ഉണ്ടെന്നും അറിയാൻ മേലാത്ത ആളുകൾ അവിടെ ഇരിക്കുന്നു. എല്ലാവരും കഴുത്തിങ്ങനെ വണ്ണം വെച്ച് ഇങ്ങനെ ഇങ്ങനെ കൊഴുത്തും എഴുത്തൊക്കെ ഇരിക്കുന്ന എല്ലാം ഭയങ്കര. അവരെല്ലാം കൂടെ ഇരുന്ന് ആഴമെന്ന് ഓർത്തില്ല ആഴമാരാ. ഇതെന്നാ ബാധിക്കാൻ?
ബോഷ്കായി പാടുന്ന അവരുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യമല്ല ഇത്. അപ്പൊ ഇതാണ് നിങ്ങൾ എന്റെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത്. ആരാണ്ട് ബത്സിച്ചാണ് ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൽ നട്ടവനാം. അടുത്തത് കർത്താവിന് മഹത്വം. അങ്ങനെ ഇറങ്ങിയ ആ കർത്തൃദാസിന്റെ കുടുംബത്തിലുള്ള തലമുറകളെല്ലാം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉണ്മയോടെ കർത്താവിനെ സേവിക്കുന്നുണ്ട്. ആ കുടുംബങ്ങളെല്ലാം ഓർത്ത് വന്നവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്താട്ട്. നിങ്ങളെല്ലാം സ്തോത്രം ചെയ്യ്. സ്തോത്രം 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 സ്തോത്രം. ഇന്നലെ വണ്ടിക്കകത്തിരുന്നപ്പം എന്നോടൊരു സഹോദരൻ ചോദിച്ചു, നമ്മുടെ അപ്പന്മാരെന്നാ ഇങ്ങനെ പാട്ടൊന്ന് വിഴുതാൻ ഞാൻ. നിങ്ങളൊക്കെ അത് എഴുതിയത് കൊണ്ടാ തലമുറകളെല്ലാം ഗുണപാഠമാണ്. പട്ട് കളിച്ച് ഉഴപ്പി അടിച്ച് നടക്കരുത്, ദൈവത്തെ സേവിച്ചോണം. പാട്ട് എഴുതിയാൽ മക്കൾ ഗുണം വിടും. ഉഴപ്പിയാൽ അടി മേടിക്കും. ആമേ. ദൈവത്തെ സേവിച്ചാൽ, കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് നമ്മുടെ സന്തതിക്കും അനുഗ്രഹമാണ്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. മഹത്വം കൊടുക്കുക. തെരഞ്ഞെടുത്ത ഒരു 10 പാട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതെല്ലാം പാടുവാൻ സമയം തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം പാടാൻ അങ്ങനെ വലിയ തീരുമാനവുമില്ല. പാടാവുന്നിടത്തോളം അനുഭവ ഗാനസന്ധി എന്നാ കൊടുത്തത്. അപ്പൊ ഇതിന്റെ അനുഭവങ്ങൾ പറയണോ? അതാണല്ലോ പാട്ടെല്ലാവർക്കും അറിയാം, എല്ലാവരും കേൾക്കുന്നതാ. അനുഭവങ്ങളോടൊന്നും കൂടെ അയവറക്കുന്നതാണ് നമ്മുടെ ആത്മദൈവത്തിന് കുറച്ചുകൂടെ ശ്രേഷ്ഠം. കേരള ക്രൈസ്തവരുടെ ഇടയിൽ രക്ഷ എന്ന വിഷയം അല്ലെങ്കിൽ മാനസാന്തരം നന്നായി പ്രസംഗിച്ച ആളായിരുന്നു മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. മാനസാന്തരം. എന്നാൽ കേരളക്കരയിൽ സ്നാന ഉപദേശം അരക്കിട്ടുറപ്പിച്ച ആളാ സൈമൺ സാറ്. മുടികൽ സ്നാനം, അതിന്റെ വാക്യങ്ങളും ഒത്തുവാക്യങ്ങളും എല്ലാം ചേർത്ത് കോർത്ത് ഇണക്കി സാറിന്റെ പ്രൗഢഗംഭീരമായ പ്രസംഗം വിദ്യാവിഹീനന്മാർക്കും വിദ്യാ നിപുണന്മാർക്കും മനസ്സിലാകുന്ന രീതിയിൽ. അപ്പോൾ മുടികൽ സ്നാനം, നിമജ്ഞന സ്നാനം, ആ കറതീർന്ന ഉപദേശം അരക്കിട്ടുറപ്പിച്ച ആളാണ് മഹാകവി സൈമൺ. നല്ല കാര്യം നല്ലതാണെന്ന് അംഗീകരിക്കണം, അത് അംഗീകരിച്ച് നോക്കൂ. ഞാനിവിടെ നിർത്തുക. കാരണം മുഴുകൽ സ്നാനം അടുത്ത വിഷയം. ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിർത്തിയിട്ട് അതിൻ്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കും. ഈ പറഞ്ഞ KV സൈമൺ ബ്രദറൻകാരനാണ്. മുഴുകൽ സ്നാനത്തെ അരക്കിട്ടുറപ്പിച്ച മഹാൻ. ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ബ്രദറൻകാരോടോ പെന്തക്കോസ്തുകാരോടോ സ്നാനം എന്തിനാന്ന് ചോദിക്കും. ഏതപ്പാ കോതമംഗലം. കാരണം അതിന്റെ ആന്തരിക ബാഹ്യരൂപമുണ്ട്, മുഴുകലുമുണ്ട്, വെള്ളമുണ്ട്, സ്നാനമുണ്ട്, പക്ഷേ ആന്തരിക ചൈതന്യമില്ല. അപ്പൊ കൺവെൻഷൻ നടക്കുമ്പോൾ ബാഹ്യരൂപം നിലനിർത്തുന്നു, ആന്തരിക ചൈതന്യമില്ല. കർത്തൃമേശ നടത്തുമ്പോൾ ബാഹ്യരൂപം നിലനിർത്തുന്നു, ആന്തരിക ചൈതന്യമില്ല. സ്നാനം നടത്തുമ്പോൾ ബാഹ്യരൂപം നിലനിർത്തുന്നു, ആന്തരിക ചൈതന്യമില്ല. എന്തിനാന്ന് ചോദിച്ചാൽ എരമന്തട്ടാലെ സരസകവി മൂലൂര് എസ് പത്മനാഭ പണിക്കർ ഒരിക്കൽ സാറിനെ പറ്റി ഒരു ഛായാപത്യം അകത്തുണ്ടായി. തർക്കമായി, ഇരുപക്ഷമായി. അതിന്റെ അലയൊടി എലന്തൂർ ഇടയ്ക്കൊരു അധ്യാപകൃതിയിൽ ഏർപ്പെട്ടു. പിന്നീട് ഒരു സാറിന്റെ പാട്ടുകൂടെ പാടുന്നുണ്ട്. അപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബ്രദർ സമൂഹത്തിൽ ഇടയ്ക്കൊരു അന്തഛിദ്രം വന്ന് ഇരുപക്ഷമായി. നിങ്ങൾ ചിന്തിക്കും, ബ്രദറുകാര് സഹോദരന്മാരിക്കും ഞങ്ങളുടെ കാര്യം തന്നെ ആണെന്നില്ല. ചിത്രം വന്ന് പെന്തക്കോസ്തിനെ ഞാൻ പിന്നെ പറയാൻ പോവുക. അതവിടെ ഇരിക്കെ. അപ്പൊ അന്തഛിദ്രം അകത്തുണ്ടായി, തർക്കമായി, ഇരുപക്ഷമായി. അതിന്റെ അലയൊടി എലത്തൂര് സഭയിലും ഉണ്ടായി. ഷൗമേൽ സാറിന്റെ ഒരു വിശേഷത, കുടുംബം കഴിഞ്ഞാൽ
പിന്നെ തനിക്ക് പ്രധാന സഭയാ. സഭയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, സഭയ്ക്ക് ക്ഷീണം വന്നാൽ സാറിന് സഹിക്കാൻ പറ്റുകയില്ല. സാറിന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കി. തന്റെ കൂടെ എലന്തൂർ സഭയിൽ ആരാധിച്ച ചില സഹോദരന്മാര് അവിടുന്ന് പോകാനും തീരുമാനിച്ചു. ഒന്നിച്ചിരുന്നവരും അപ്പം നുറുക്കിയവരും ചുംബനം കൊടുത്തവരും കൈ തന്നവരും ചിലര് പോകാൻ തീരുമാനിച്ചു. ചിലര് പോയെന്ന് പറയുന്നു. സാറിന് വല്ലാതെ പിടിച്ച് നാടി കുലപ്പിച്ചു. അപ്പൊ അന്ന് നാടകഗാനങ്ങൾ ധാരാളം ഇറങ്ങുന്നൊരു കാലമാണ് KPSCയുടെ. അപ്പൊ അന്നത്തെ യൗവനക്കാരെല്ലാം ഈ നാടകഗാനം മൂളിക്കൊണ്ടാണ് നടക്കുന്നത്. ഒക്കുന്നവര് പാടും, ചിലര് മൂളും. അപ്പൊ അതുകൊണ്ട് സാറ് ആ ട്യൂണും കൂടെ ഉദ്ദേശിച്ച് അത് മൂളി നടക്കണ്ട, ആത്മീയ വിഷയം മൂളി നടക്കട്ടെ, ആ ട്യൂണാണല്ലോ ഇഷ്ടം, എന്നാ പിന്നെ ആ ട്യൂണിൽ ഒരു പാട്ടും കൂടെ അങ്ങ് എഴുതാം എന്ന് ധരിച്ച് സഭയുടെ ഭിന്നത സഹോദരന്മാര് വിട്ടുപോയി. സാറിന് ഹൃദയവേദനയായി. അപ്പൊ അതിൽ ഞാൻ ചുരുക്കമായിട്ടായി പറയുന്നത്, സമയത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് സാറ് ഒരു വരി എഴുതി. പ്രിയരെന്ന് വല്ല കാര്യമുള്ള കാര്യമാണ്. ഒന്നാന്തരം സുറിയാനി സഭയില് നല്ല സുറിയാനി രാഗത്തിലെ നല്ല ആത്മീക കീർത്തനങ്ങള്, അത് കൊച്ചുപിച്ചടക്കം, ധനികൻ, ദരിദ്രൻ, കുചേലൻ, കുബേരൻ, പണ്ഡിതൻ, പാമരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ, ഇങ്ങനെയുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും മനുഷ്യൻ എന്ന നിലയ്ക്ക് ഓരോ മനുഷ്യർക്കും ദൈവത്തെ ആരാധിക്കാൻ പറ്റിയ ഗീതങ്ങളും പ്രാർത്ഥനകളും സെതറാകളും പ്രുമിയോനുകളും എനിയോനോകളും യത്രോകളും കോലോകളും യഗ്ബോകളും കുക്ലിയോനുകളും എത്ര മനോഹരമായ ലിറ്ററേച്ചർ. അത് ഉപേക്ഷിച്ചിട്ടാ പോയത് പാട്ടിന് വേണ്ടി. നാടകഗാനത്തിന്റെ ട്യൂണിൽ എഴുതിയെന്ന് നിങ്ങൾ കേട്ടില്ലേ പറയുന്നത്? ഈ പെന്തക്കോസ്ത് പാട്ടെല്ലാം നാടകഗാനത്തിന്റെ സിനിമാ പാട്ടിന്റെ എല്ലാം ട്യൂണ് മോഷ്ടിച്ച പാരഡികളാണ്. പാരഡികൾ. ഒന്നാന്തരം അഷ്ടരാഗങ്ങളിൽ കർത്തനെ വാഴ്ത്തുന്ന വൃതന്മാരുടെ സംഗീതത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഇറങ്ങി ഈ പാരഡി പാടേണ്ട കാര്യം അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പന്നിക്കൂട്ടി കിടക്കുന്ന പോലെയാ. പന്നി മോങ്ങുന്ന പോലത്തെ പാരഡി. ഗതികേടെ എന്റെ ദൈവമേ, 25 വർഷം ഞാൻ ആ പന്നിക്കൂട്ടിലാണ്. സഹചരെല്ലാരും പ്രിയലേശമില്ലാതെ ആകും. എന്നാൽ പ്രിയനെ, നിന്റെ സ്നേഹം ഒരു നാളും കുറയത്തില്ല. ഒരുത്തന്റെ സഭ പൊട്ടിയ മുൻപോട്ട് വന്ന് പാടും. ഞങ്ങൾ ആരും സംഗീതം അധികം പഠിച്ച സമയത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് സാറ് എന്നാ പിന്നെ ആ ട്യൂണിൽ ഒരു പാട്ടും കൂടെ അങ്ങ് എഴുതാം എന്ന് ധരിച്ച് സഭയുടെ ഭിന്നത സഹോദരന്മാര് വിട്ടുപോയി. സാറിന് ഹൃദയവേദനയായി. അപ്പൊ അതിൽ ഞാൻ ചുരുക്കമായിട്ടായി പറയുന്നത്, സമയത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് സാറ് ഒരു വരി എഴുതി. ഒരു വരി അങ്ങോട്ട് എഴുതി. പ്രിയരെന്ന് കരുതിയ സഹചരെല്ലാരും പ്രിയലേശമില്ലാതെ ആകും. എന്നാൽ പ്രിയനെ, നിന്റെ സ്നേഹം ഒരു നാളും കുറയത്തില്ല. ജോഷി മുൻപോട്ട് വന്ന് പാടും. ഞങ്ങൾ ആരും സംഗീതം അധികം പഠിച്ചതല്ല, അപാകതകൾ വരാം. എങ്കിലും സന്ദർഭം പറഞ്ഞ് 2 ശീലം പാടുന്നേ ഉള്ളൂ. ഉടക്കൊന്നും ഉണ്ടാക്കരുത്. കുന്തത്തിനകത്ത് എഴുതി നാശമൊന്നും ഒപ്പിക്കരുത്. ഓത്ര ദൈവം നിന്നെ അടിക്കും. ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ലൈവായിട്ട് ദോഷം ചെയ്ത പ്രിയരെന്നു കരുതുന്ന സഹചരെല്ലാരും പ്രിയലേശമില്ലാതെയാകും. പ്രിയരെന്നു കരുതുന്ന സഹചരെല്ലാരും പ്രിയലേശമില്ലാതെയാകും. പ്രിയനെ നിൻ സ്നേഹം കുറയാതെ എന്നിൽ നിയതം തുടരുന്നു മണ്ണിൽ. പ്രിയനെ നിൻ സ്നേഹം കുറയാതെ എന്നിൽ നിയതം തുടരുന്നു മണ്ണിൽ.
തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. ഇതാണ് KPSCയുടെ നാടകാനം അട്ടപടലെ മോട്ടിച്ച് പാട്ടാക്കി. ഒരു സഭ പൊട്ടിപ്പോയി. സഭ പൊട്ടിയ വിഷമത്തിനും പുള്ളിക്ക് സ്വോത്രാഴ്ച കുറഞ്ഞ ദണ്ണത്തിനും പുള്ളി ഒരു പാട്ട് എഴുതി, പാരഡി. ആ പാരഡി ഇപ്പോഴും മൂളുക, പാടുക. ഇതാണ് നിന്റെ ലിറ്റർജി. പെന്തക്കോസ്തുകാരൻ കേക്ക് നിന്റെ ഗതികേട്. സുറിയാനി സഭയിൽ നിന്ന് വിട്ട് പെന്തക്കോസ്റ്റിൽ പോയവർ മനസ്സിലാക്കണം എത്ര ഗതികേടിലേക്കാ പോയത്. ഇതാണ് സ്ഥിതി. ആരുമില്ല നീയൊഴികെ ചാരുവാൻ ഒരാൾ വാരിയൻ പ്രിയ. ഭോഗമേതും അനുകൂലന്നോ പാട്ടുപാടുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട നിന്റെ വിശുദ്ധന്മാർക്ക് കേൾക്കുന്ന നിന്റെ ഒരുത്തം പറഞ്ഞ ഉള്ളിവട കൊടുക്കടാ ഉപദേശിക്കും. ഒരുത്തൻ പറഞ്ഞ പരിപ്പടം കൊണ്ടിട്ടെടുക്കാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞ ഉള്ളിവടയും പരിപ്പടയും നിന്ന് ഊപ്പാട് വന്നു. കണ്ട ഒരു പാട്ടിന്റെ ശക്തി. ആ പാട്ട് ഇന്ന് പാടിയാലേ ശക്തി അല്ലയോ? ഷൈന് വന്ന് പാടും. ഈ ഇവിടുത്തെ ബോണ്ട, വട്ടം കൂടിയ ഉള്ളിവട, നെടുപ്പമുള്ള ഏത്തക്കാപ്പൊരി, പിന്നെ പരിപ്പ് വട, ഇതെല്ലാം ചില്ലലമാരെ ഇരിക്കുക. ഒന്ന് കിട്ടിയാ കൊള്ളാം, മേടിക്കാൻ കാശില്ല, ഉപദേശിയുമാണ്. ക്ഷീണമുണ്ടല്ലോ, ബോണ്ടായി ഒന്ന് നോക്കും. ഒരു ഉപദേശി ഇങ്ങനെ നടന്നു പോയപ്പം ക്ഷീണം വന്നപ്പം ഒരു കടത്തിണ്ണയിരുന്നു, ഒരു ചായക്കടയുടെ തിണ്ണയിലിരുന്നു. അപ്പൊ അന്ന് ഈ ചില്ലലമാരിക്കകത്ത് പിന്നെ പരിപ്പൂട, സുഖിയൻ, ബോണ്ട, ഉള്ളിവട, പിന്നെ മടക്കസാന്, ഏത്തക്കാപ്പൊരി ഇതെല്ലാം ഇരിക്കുക. അപ്പൊ ഉപദേശം ഇങ്ങനെ ചില്ലിനകത്തൂടെ നോക്കിയപ്പം ഈ ഏത്തക്കാപ്പം നോക്കി ഉപദേശിയെ ചിരിച്ചു കാണിച്ചു, ഒരു ബോണ്ട ഉപദേശിയെ കണ്ണിറുക്കി കാണിച്ചു, ഒരു പരിപ്പുവട ഉപദേശിയെ നാക്ക് നീട്ടി കാണിച്ചു. ഇതെല്ലാം കൂടെ കണ്ട് ഉപദേശിക്ക് കൊതി സഹിക്കാൻ മേലാതെയായി. ഈ പുള്ളി പറയുന്ന കഥയാ, അതാ ഈ പറയുന്നത് കേട്ടോ. ദൈവത്തെ ഒന്ന് നോക്കും, പരിപ്പുവട ഒന്ന് നോക്കും, തിരുവചനത്തെ ഒന്ന് ഓർക്കും, ഏത്തക്കാപ്പം ഓർക്കും, തിരുവചനം ഓർക്കും. ഇങ്ങനെ മാറി മാറി പരിപ്പോടെ ഒന്ന് നോക്കും, തിരുവചനം ഒന്ന് ഓർക്കും, ഏത്തക്കാപ്പത്തെ നോക്കും, തിരുവചനം ഒന്ന് ഓർക്കും. അനിഷ്കാവാരം പറയുന്നത് കേട്ടോ, ഇത് ഒച്ച കുറവാണ്, നിങ്ങൾ കേൾക്കുന്നില്ല, ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ബോണ്ടായി ഒന്ന് നോക്കും, തിരുവചനം ഒന്ന് ഓർക്കും, പരിപ്പോടെ ഒന്ന് നോക്കും, തിരുവചനം ഒന്ന് ഓർക്കും. മനുഷ്യനല്ലേ, ചിന്തിച്ചല്ലോ. ബോണ്ടായി ഒന്ന് നോക്കും, ദൈവത്തെ ഒന്ന് നോക്കും, പരിപ്പോടെ ഒന്ന് നോക്കും, തിരുവചനത്തെ ഒന്ന് ഓർക്കും, ഏത്തക്കാപ്പം ഓർക്കും, തിരുവചനം ഓർക്കും. ഇങ്ങനെ മാറി മാറി ബോണ്ടായും പരിപ്പോടെയും ഏത്തക്കാപ്പം ഇങ്ങനെ. ബിജോയ് ജോബ് എന്ന് പറഞ്ഞൊരു പെന്തക്കോസ്തുകാരന്റെ പിടി വിട്ടുപോയി. അവൻ എന്നെ നായിന്റെ മോനെ വിളിച്ചു. നായിന്റെ മോനെ, നിനക്ക് വേറെ പണിയൊന്നും. എനിക്ക് ഭയങ്കര സന്തോഷാടാ പെന്തക്കോസ്തുകാരാ, നിന്റെ പിടിവിട്ട് പോട്ടെ, നിന്റെ പിടിവിട്ട് പോകാനാടാ ഞാൻ ലൈവ് ചെയ്യുന്നത്. നിന്റെ പാട്ടിതാടാ, നിന്റെ ഗതി ഇതാ, നിന്റെ സ്ഥിതി ഇതാ. നിനക്കല്ല വിഷമം. അവിടെ ഒരുത്തന്നിരുന്ന് സുറിയാനി സഭയുടെ തക്സായി വിമർശിച്ച് ലൈവ് ചെയ്യുന്നുണ്ട്. നിന്റെ തക്സായി ഇതാ, കേൾപ്പിക്കാം, കേട്ടോ. ബോണ്ട കയ്യിൽ കാശുമില്ല, മേടിക്കാൻ കാശുമില്ല, ആകെ ക്ഷീണമാണല്ലോ. അന്നേരം നമ്മ പെട്ടെന്ന് കർത്താവിന്റെ ആത്മാവ് ദാനിയേൽ കുട്ടിയെ ധൈര്യപ്പെടുത്തി. ദാനിയേൽ കുട്ടി, അലമാരിലെ ബോണ്ടായും പരിപ്പുവടയും ഉള്ളിവടയും കണ്ട് നീ ക്ഷീണിക്കരുത്. നിന്നെ ക്ഷീണം മാറ്റുന്നത് ദൈവത്തിന്റെ തിരുവചനമാണ്. ചുരുക്കി പറഞ്ഞ പുള്ളി അവിടെ ഇരുന്നൊരു പാട്ട് പാടിയപ്പം ആളുകളെല്ലാം കൂടെ എന്ത് ചെയ്തു, ബോണ്ടായും പരിപ്പുവടയും പുള്ളിക്ക് മേടിച്ചു കൊടുത്തു. ഓ സ്വോത്രം. അപ്പം ബോണ്ട കിട്ടുന്നവരെ വചനമായിരുന്നു. പക്ഷെ ബോണ്ട വന്നപ്പോ ബോണ്ട കിട്ടിയെന്നുള്ളതാണ് ഈ കാവാലം പറയുന്നത്. ആ സ്തുതി അന്തരീക്ഷം മാറി പാട്ടുകാരെല്ലാം ഓടിക്കൂടുക. ദാനിയേൽ കുട്ടി ബെഞ്ചിരുന്ന ആത്മാവിലാകും. ആ ഇരിപ്പിൽ നിന്ന് എഴുതിയ വരിയാണ് നമ്മളെല്ലാം പാടുന്ന പാട്ടിന്റെ വരി. നിത്യം കുടിപ്പിച്ച്
അപ്പോൾ ഈ മനുഷ്യന് പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ആളുകൾ ബോണ്ട കൊടുത്തു. അപ്പോൾ പിന്നെ അത്രയ്ക്ക് വലിയ തിരുവതിരാണെങ്കിൽ പിന്നെ ബോണ്ട വേണ്ടെന്ന് പറയണ്ടേ? ബോണ്ട എല്ലാം മേടിച്ച് ആവശ്യത്തിന് ഒരുത്തം പറഞ്ഞ ഉള്ളിവട കൊടുക്കടാ ഉദ്ദേശിക്കും. ഒരുത്തം പറഞ്ഞ പരിപ്പടം കണ്ടിട്ടേക്കാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞ ഉള്ളിവടയും പരിപ്പടം നിന്ന് ഊപ്പാട് വന്നു. കണ്ട ഒരു പാട്ടിന്റെ ശക്തി. കാരണം ആളുകൾ ചെയ്യുന്നുണ്ട്. ഉള്ളിവടം പരിപ്പടം നിന്ന് ഊപ്പാട് വന്നു. ഞാൻ ഈ സമയത്ത് ഓർക്കുക, അന്ത്യോക്യൻ പാത്രിയർക്കീസായിട്ട് സേവേറിയോസ് തെരഞ്ഞെടുക്കുമ്പോൾ വലിയ ആഡംബരത്തിലാണ്. അന്ന് ഈ രാജകീയ ആനുകൂല്യമൊക്കെ സഭയ്ക്കുള്ള സമയമാണ്. അന്ന് അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ അരമനയിൽ 20 പാചകക്കാരുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ വിവിധ കുസീൻ, ഇന്ത്യൻ കുസീൻ, ചൈനീസ് കുസീൻ എന്നൊക്കെ പറഞ്ഞത് പലതരത്തിലുള്ള ഭക്ഷണം പാകം ചെയ്യാൻ 20 പാചകക്കാരുണ്ടായിരുന്നു. ഇപ്പം കടത്തിന്നലിരുന്ന് ബോണ്ടായിക്ക് കൊതിവിട്ട് ഉപദേശം എഴുതിയ പാട്ടാ പെന്തക്കോസ്തുകാർ പാടുന്നെന്ന് ഓർക്കണം. പക്ഷേ സേവേറിയസ് അവിടെ അന്ത്യോക്യൻ പാത്രിയർക്കീസ് 20 പേരെ പറഞ്ഞു വിട്ടു. 20 പേരെ പറഞ്ഞു വിട്ടു. അങ്ങനെ സ്വാദുഭോജ്യങ്ങൾ അവിടെ ഇല്ലിനി. വ്യത്യാസം മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. നോ മോർ ഗോർമെറ്റ് ഫുഡ്, നോ മോർ ഗോർമെറ്റ് ഫുഡ്. ഇനി സ്വാദുഭോജ്യങ്ങളില്ല. മേത്തരമായ കിടക്കകൾ മുഴുവൻ എടുത്തു മാറ്റാൻ കൽപ്പിച്ചു. ഉന്നതമായ കുളിപ്പുരകളുണ്ടായിരുന്നു. കുളിപ്പുരകളെല്ലാം ഒളിച്ചു നീക്കി. ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തോടു കൂടെ ഇരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഗാഢമായ ആ സ്നേഹബന്ധത്തെ ധ്യാനിച്ചു. എന്നിട്ട് എഴുതി, നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുധ വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. ബോണ്ട കണ്ട് വെള്ളം വിടുവെന്നല്ല, സഹജമതായി മൃതിരഹിത കാരുണ്യത്താൽ മാർത്യന്മാർത്തൻ വർഗത്തിനു മുഴുവൻ ഉണ്ടോ. മർത്യന്മാർ തൻ വർഗത്തെ മുഴുവൻ കണ്ടോണ്ടാ പാട്ട് എഴുതുന്നേ. അല്ലാതെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനല്ല പാട്ട് എഴുതുന്നേ. ആ പേഴ്സണൽ എക്സ്പീരിയൻസ് അപ്പുറമുള്ളവരുണ്ടാകണമെന്നില്ല. ആരാധനയ്ക്ക് വരുമ്പോ എല്ലാവരുടെയും കൂടെ എക്സ്പീരിയൻസാ, എല്ലാവരുടെയും കൂടെ. മാർത്യന്മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനും രക്ഷയുമേകാനാഗതനായി. കണ്ടോ? അപ്പൊ സുറിയാനിക്കാരൻ നാളെ പള്ളി പോവും. ഞായറാഴ്ച രാവിലെ ചെല്ലുമ്പോൾ അവൻ പാടും അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് സേവറിയോസ് ബാവ എഴുതിയ പാട്ട്, നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ. അപ്പോ പെന്തക്കോസ്തുകാരൻ പോയിട്ട് എലന്തൂര് ചായക്കടയിലെ ബോണ്ട ചില്ലിനകത്ത് കണ്ട് വെള്ളം വിട്ട് ഉപദേശം എഴുതിയ പാട്ട് നീയും പാടും. ഇതാണ് വ്യത്യാസം. ആ പാട്ട് ഇന്ന് പാടിയാലേ ശക്തിയല്ലയോ? പിന്നെ ഷൈനി വന്ന് പാടും. ആ അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ അടുത്ത പാട്ട് തന്റെ വിവാഹ ശുശ്രൂഷകളിലെല്ലാം ഒടുവിൽ വധൂവരന്മാരെ ആശീർവദിച്ച ഗാനത്തിന്റെ പല്ലവി ഈരടികൾ ചൊല്ലി ആശീർവദിച്ച ശുശ്രൂഷയെ അവസാനിപ്പിക്കും. അത് സാട്ടെഴുതിയ പാട്ടാ. ഞങ്ങളുടെ തൃശയാറ്റി പുറകിരിപ്പുണ്ട്. പുള്ളിക്കാരി അന്ന് അതെല്ലാം പാടാൻ മിടുകിയ കർത്താവിന് മഹത്വം. അപ്പൊ അത് സാറ് ആ 24 വൃത്തത്തിൽ ഇങ്ങോട്ട് എടുത്തതാ 5-ാം ഭാഗം. കല്യാണി രൂപി വനത്തിന് പോവാൻ വില്ലും ശരം കൈപിടിച്ചോരു നേരം മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണി നീ ദേവി ശ്രീരാമ രാമ. അതിന്റെ കൂടെ ആദ്യന്തമില്ലാത്ത നിത്യന്റെ കാന്തിയ പ്രത്യോദനൽ പോൽ. മോട്ടിച്ച് എവിടുന്നാന്ന് അനീഷ് കാവാലം പറയുന്നുണ്ട്. അതാ ഞാൻ ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, ഈ അനീഷ് കാവാലം. ഐ ലൈക്ക് ഹിം, ഐ ലവ് ഹിം, ഐ ഓണർ ഹിം. എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് അഭിനന്ദിക്കുകയും വേണം. സത്യമായിട്ടുള്ള കാര്യം വന്നു. കല്യാണം 24 വൃത്തത്തിൽ നിന്ന് മോട്ടിച്ച് പാട്ടെഴുതി. അത് രണ്ട് വിവരിക്കുന്നു. പ്രകാശിച്ചു നിൽക്കും സദ്യോഗമാർന്നുള്ള ദിവ്യാനനങ്ങൾ ഇത്തമ്പതിക്കേകനാഥ. ചൂണ് കടവെടുത്തറ. പിന്നെ ഉണ്ട് ഒരു വേറെ ചൂണ്. അത് എല്ലാ ഭാഗവും ഞാൻ ഉച്ചരിക്കുന്നില്ല. ഒരു പഴയ പാട്ടാ. എന്റെ വല്യമ്മച്ച് പാടിയാ ഞാൻ കേട്ടേക്കുന്നത്. ആരെങ്കിലും കൊങ്ങായിക്ക് പിടിക്കുന്നെങ്കിൽ വല്യമ്മച്ചയുടെ കൊങ്ങായിക്ക് പിടിച്ചോ. ഇനിയിപ്പം പിടിച്ചാലും കുഴപ്പമില്ല, 103 കഴിഞ്ഞല്ലോ. നീ എന്നെ ഉപദ്രവിക്കരുത്. അപ്പൊ സാറ് ആ ട്യൂണിൽ ഒരു പാട്ടെഴുതി.
അഞ്ചാം രാജ്യതം ഉണ്ടാമേ. അതിന്റെ ട്യൂണ് വേറൊരു പാട്ടിന്റെ ട്യൂണാണ്. അതിന്റെ എല്ലാ വരെയും ഞാനിപ്പോ ചൊല്ലുകയില്ല. ഒരു ഭാഗം. മുട്ടനിരിട്ടത്ത് തത്തി കയറുമ്പോൾ എന്റെ അച്ഛന്റെ കൈകാലൊരിച്ചിരത്തി. ആരാ കയറുന്നെന്ന് എന്തുവാണെന്ന് ഇപ്പൊ എന്നോട് ചോദിക്കരുത്. തെറിപ്പാട്ടാ. അപ്പൊ അതുകൊണ്ട് അനീഷ് കാവാലത്തിന് സ്റ്റേജിൽ പാടാൻ പറ്റില്ല. അത് പുള്ളി തന്നെ പറയുന്നേ. അപ്പൊ പൂരപ്പാട്ട് വരെ മോട്ടിച്ചു. തെറിപ്പാട്ട് വരെ മോട്ടിച്ച് പാട്ടെഴുതി പാടിപ്പിക്കുന്നു പെന്തക്കോസ്ത്. മുട്ടനിലിട്ടു തത്തി കയറുമ്പോൾ എന്റെ അച്ഛന്റെ കൈകാലൊരിച്ചിരത്തി. താഴത്തു വീണ ചെറ്റത്തിയൊടിയുമ്പോൾ കൊട്ട വെച്ചു വാരണം എന്റെ അച്ഛനെ എന്റെ അമ്മ വന്ന്. അടുത്ത ഞാൻ പാടുകയില്ല. പാടുകയല്ല, തെറിയാ. തെറിപ്പാട്ട് നമ്മളെല്ലാം തല്ലി നമ്മളെല്ലാം തല്ലി മേടിക്കും. ഞാൻ കോളേജ് പാടിയിട്ടുണ്ടാകുന്ന. മുട്ടനിലിട്ടു തത്തി കയറുമ്പോൾ എന്റെ അച്ഛന്റെ കൈകാലൊരിച്ചിരത്തി. താഴത്തു വീണ ചെറ്റത്തിയൊടിയുമ്പോൾ കൊട്ട വെച്ചു വാരണം എന്റെ അച്ഛനെ എന്റെ അമ്മ വന്ന്. ആ ടൂണില്ല സാറേ. പോണായിട്ടേ പോ. കുന്തം പാടുന്നതാണ്. നിനക്കൊക്കെ മനസ്സിലായോ എന്താ പെന്തക്കോസ്ത്? എന്താ പെന്തക്കോസ്ത് മനസ്സിലായോ? പരിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തക്സായെ ഒരു മരക്കാനിരുന്ന് വിമർശിക്കുന്നുണ്ട് ലൈവിൽ. മനസ്സിലായല്ലോ? ഇവന്മാരുടെ വിശേഷം മനസ്സിലായല്ലോ? ഇവര് പാടുന്ന എന്താന്ന് മനസ്സിലായോ? ഇവർ എഴുതി എന്താന്ന് മനസ്സിലായോ? ഇവര് മോട്ടിച്ച് എവിടുന്നാന്ന് മനസ്സിലായോ? മോട്ടിക്കുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. കടത്തിനെ കിടക്കുന്ന ഭിക്ഷക്കാരന്റെ ബാണ്ടത്തിൽ നിന്നൊക്കെ മോട്ടിക്കുന്നേ. തെറിപ്പാട്ട് വരെ മോട്ടിച്ച് പാട്ടെഴുതി കളഞ്ഞു. തെറിപ്പാട്ട് വരെ. ബോണിയമ്മിന്റെ റാസ്പുട്ടി മോഷ്ടിച്ചു. എന്തും മോഷ്ടിക്കും. ആരാണ്ടൊക്കെ തെറിപ്പാട്ടൊക്കെ എഴുതുന്നുണ്ട്. അപ്പൊ തെറിപ്പാട്ട് വരെ മോട്ടിച്ചു പാട്ടെഴുതിയ പെന്തക്കോസ്തുകാരനാണ് യാക്കോബ് ശ്ലീഹായുടെ തക്സായെ പറ്റി വിമർശനം നടത്തുന്നത്. യാക്കോബ് ശ്ലീഹ എവിടെ കിടക്കുന്നു? തക്സ എവിടെ കിടക്കുന്നു? ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് ഓർത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ഈ ലൈവ് കഴിഞ്ഞ ഉടനെ ഞാൻ പോയി കുളിക്കും. കാരണം ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കുളിക്കാതിരിക്കാൻ പറ്റത്തില്ല. എത്ര ഹീനന്മാർ. നീ ഒരുത്ത ഷൈൻ പീറ്റർ, അവൻ പെന്തക്കോസുകാരൻ, അവൻ്റെ പോയി പിടിവിട്ട്. എടാ പെന്തക്കോസുകാരൻ്റെ പിടിവിട്ട് പോട്ടെ, അതിന് പെരിക്കെന്താ? ഞാനിപ്പോ കള്ളു കുടിക്കണോ മൂത്രം കുടിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. എനിക്ക് സൗകര്യമുള്ളത് കുടിക്കും. നിനക്ക് മനസ്സിലായോ? എനിക്കിഷ്ടമുള്ള ഞാൻ കുടിക്കുന്നത്. ചെറിയാൻ ജേക്കബ്, ചെറിയാൻ ജോസഫ്, ബിഗ് സല്യൂട്ട് മിസ്റ്റർ ഷിബു. സല്യൂട്ട് മടക്കിയിരിക്കുന്നു. സോണി മറി ശരിക്കും ഭ്രാന്താണല്ലേ? ഭ്രാന്താണെന്ന് സോണിക്ക് തോന്നും. മനസ്സിലായോ? ഇത് നടന്ന കാര്യമാണ്. ഞാൻ തെളിവ് സഹിതമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ആണോ അല്ലയോ? പെന്തക്കോസ്തിൽ, മലയാളി പെന്തക്കോസ്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആള് കൂടുന്ന പ്രസംഗം, ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് അനീഷ് കാവാലം. നിങ്ങളീ പറയുന്നത് അനീഷ് കാവാലം ചെല്ലുന്നിടത്ത് ആള് കൂടുന്ന പോലെ വേറെ ആര് എന്നാലും ആള് കൂടത്തില്ല. അനീഷ് കാവാലത്തിന്റെ പ്രസംഗം ഓൺലൈനിൽ കാണുന്നിടത്തോളം വേറെ ആരുടെയും കാണുന്നില്ല. അനീഷ് കാവാലമാണ് ഇന്ന് പെന്തക്കോസ്തിലെ നമ്പർ 1 പ്രസംഗം. ഏറെക്കുറെ സത്യസന്ധനുമാണ് അദ്ദേഹം. അതിപ്പോ ഈ പ്രസംഗം ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സത്യസന്ധനാണ്, നല്ല ഉള്ള കാര്യമുള്ള പോലെ പറയുന്ന ആ മനുഷ്യൻ. അപ്പൊ ആ മനുഷ്യന്റെ ഞാൻ അനീഷ് കാവാലത്തെ വിമർശിക്കുന്ന സെഷൻ അല്ല ഇത്. അദ്ദേഹം സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു, നമ്മളത് കേട്ടു. ഞാനിത് നിങ്ങളെ ഇതെന്താണെന്ന് കേൾപ്പിച്ചതാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യം. ഇത് ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിർത്തിയിട്ട് അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുകയാണ്. ഭക്തിയുടെ ബാഹ്യരൂപത്തെ അതേപടി നിലനിർത്തിയിട്ട് നമ്മളെന്താണ് നഷ്ടപ്പെടുത്തിയതെന്ന് ഉള്ളത് ചിന്തിക്കണം. എന്താണ് നഷ്ടപ്പെടുത്തിയത്? The
സുറിയാനി സഭയുടെ ഒരു വിശുദ്ധൻ, അദ്ദേഹം കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നതിന് ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് സമയം തികയാതെ രോഗികൾ സൗഖ്യമാകാൻ വേണ്ടി ആളുകൾ തിക്കിത്തിരക്കിയപ്പോൾ യേശുതമ്പുരാൻ മലയിലേക്ക് പോയി. അതുപോലെ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഈ വിശുദ്ധൻ ഒരു തൂണെ കയറിയിരുന്നു. ആളുകൾ തൂണിന്റെ അടി വന്നിച്ച് ആളുകളെ പൊക്കി തോളെ കയറ്റി രോഗികളെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിക്കുക, വീണ്ടും പ്രാർത്ഥിക്കുക. അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം ചെയ്തു, വീണ്ടും വീണ്ടും ഇഷ്ടിക എടുത്ത് മുകളിലേക്ക് വെച്ച് തന്റെ തൂണിന്റെ പൊക്കം കൂട്ടിക്കൊണ്ടിരുന്നു. തൂണിന്റെ പൊക്കം കൂട്ടി അതിനനുസരിച്ച് ആളുകൾ എത്തി പിടിക്കുകയാണ്. തന്നെ തൂണിന്റെ ഉയരം കൂട്ടി ആ തൂണിന്റെ മുകളിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ച് വീണ്ടും ഉയരം കൂട്ടി. അപ്പൊ ആളുകൾ എന്ത് ചെയ്തു? സൂര്യപ്രകാശം വരുമ്പോൾ ആ നിഴല് വന്ന് കറക്റ്റ് വീഴുന്ന പരുവത്തിനുണ്ട് രോഗികളെ വെച്ച് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹം വീണ്ടും ആ തൂണിന്റെ ഉയരം കൂട്ടി ആ ഉയരം കൂടിയ തൂണിന്റെ മുകളിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് മരിച്ചു. അങ്ങനെയുള്ള വിശുദ്ധന്മാരെയാണ് കുർബാനയിൽ അനുസ്മരിക്കുന്നത്. അവരെക്കുറിച്ചാണ് പറയുന്നത്, അവരുള്ളപ്പോൾ പഠിപ്പിച്ച താതന്മാരെ കുർബാനയിൽ ഓർക്കണം. അവരെയാണ് കുർബാനയിൽ ഓർക്കുന്നത്. പ്രാർത്ഥനയായ സ്വർഗപിതാവിന്റെ വചനമതാരാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി വർഗത്തിന് മുഴുവൻ ജീവനും ശുചിയുള്ള മഹിമാവിയിലും ദൈവജനത്തെ കന്യകയാം മറിയാമീനും വേദമതന്റെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാശിസം നിജമൃതിയാലിവർദ്ധൻ പ്രതിയെ മെതിച്ചു നിഗണിച്ചോനെ അപ്പരിപാവന ത്രിത്വൈകം സവിതാവോടൊപ്പം ജീവനെഴും ഋക്കുദിശാസവിധം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. മനസ്സിലായോ? സേവറിയോസിന്റെ മാനീസോ സഹജമതായി മൃതിരഹിത കാരുണ്യത്താൽ മർത്യന്മാർ തൻ വർഗത്തിന് മുഴുവൻ നിജമൃതിയാൽ ഇവർ തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചു. അപ്പം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്
തിയോളജിക്കലായിട്ട് ആ മുഴുവൻ കോൺഗ്രിഗേഷനെയും ബാധിക്കുന്ന വിഷയം. അതാണ് പാട്. മുഴുവൻ കോൺഗ്രിഗേഷനെയും ബാധിക്കുന്ന വിഷയം. അല്ല ഇന്ന് കണ്ട മിസ്രീമിനെ കാണുകയല്ലെന്ന് പാടുക. ഈ ക്രൈസ്റ്റ് ലോ എന്ന് പറഞ്ഞ് നിങ്ങളൊരു ഐഡി കണ്ടോ? ലൈവിലുള്ള എല്ലാവരും നോക്കുക, കമന്റ് കോളത്തിൽ ക്രൈസ്റ്റ് ലോ എന്ന് പറഞ്ഞൊരു കണ്ടോ? അതാരാന്ന് നിങ്ങൾക്ക് അറിയാവോ? ക്രൈസ്റ്റ് ലോ, അത് സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞ മഹാനാണ് ഈ ക്രൈസ്റ്റ് ലോ എന്ന് പറഞ്ഞൊന്ന് എഴുതുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? പുന്നക്കൽ, അദ്ദേഹത്തിന്റെ ഐഡിയ. ഞാൻ എന്തിനാടാ ജോയൽ തോമസ്, എടാ ജോയലെ, ഞാൻ എന്തിനാ തെറി വിളിക്കുന്നേ? അനീഷ് കാമാൽ തെറിപ്പാട്ട് പാടുന്ന നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ സ്റ്റേജിൽ നിങ്ങളുടെ പൂർവികന്മാർ എഴുതിയ പാട്ട് തെറിപ്പാട്ട് കോപ്പി അടിച്ചാണെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. എന്നെങ്കിലും അനീഷ് കാവാലം ഈ ഹൂസ്റ്റണിൽ വരിക, ഞാൻ എവിടെ വെച്ചെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് കാണുകയാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു മൊമെന്റോ കൊടുക്കുന്നുണ്ട്, ആ ഒരു സത്യം പറഞ്ഞതിൻ്റെ പേര്. ഇന്ന് തൊട്ട് ഞാനൊരു മൊമെന്റോ മേടിച്ച് എൻ്റെ ബാഗിൽ കീപ്പ് ചെയ്യും. എന്നുകൂടിയ പകലെങ്കിലും കാവാലത്തെ കണ്ട അത് കൊടുക്കും ഞാൻ. കാരണം ഇതുപോലൊരു മഹാസത്യം അദ്ദേഹം പറഞ്ഞില്ലേ. ഇറ്റ്സ് എ കമൻഡബിൾ ജോബ്. ഇറ്റ്സ് എ കമൻഡബിൾ ജോബ്. അപ്പം നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത്, സുറിയാനി സഭയുടെ ഈ ആരാധനയിൽ നിങ്ങൾ കേൾക്കുമ്പോൾ അത് അവിടെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആരാധന നടക്കുന്നത്. അല്ലാതെ കണ്ണുനീരെന്നു മാറുമോ. ഞാൻ ന്യൂയോർക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് എന്ന് കഴിഞ്ഞപ്പം $85 മണിക്കൂറിന് മേടിക്കുന്ന ഒരു അമ്മാമ, ഹസ്ബൻഡ് അവിടെ റെയിൽവേ ജോലിയാണ്, ഒരു കുഴപ്പമില്ല അവർക്ക്, പുള്ളിക്കാരത്തി ഇരുന്ന് പാടുക. അപ്പം മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എന്താ അമ്മാമ? ഓ അതെല്ലാവരും പാടിയപ്പോൾ ഞാനും പാടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മാമയ്ക്ക് എന്തോ കണ്ണുനീരല്ലേ? എനിക്ക് കണ്ണുനീരൊന്നുമില്ല. പിന്നെ എല്ലാവരും പാടിയപ്പോൾ ഞാനും പാടി. അപ്പം ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ സുറിയാനി സഭയുടെ ആരാധന നോക്ക്. അത് അവിടെ ആര് വന്നാലും, പണം ഉള്ളവൻ വന്നാലും പണം ഇല്ലാത്തവൻ വന്നാലും, കടം ഉള്ളവൻ വന്നാലും കടം കൊടുക്കുന്നവൻ വന്നാലും, രോഗിയായിട്ടോ വന്നാലും ഡോക്ടർ വന്നാലും, അവരെല്ലാം കൂടെ ദൈവസേനയിൽ ഒരുമിച്ച് ആമേൻ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നു. അതാണ് ആരാധന എന്ന് പറഞ്ഞാൽ. മറ്റേ പേഴ്സണലായിട്ട് ചായക്കടയിലെ ബോണ്ട കണ്ടിട്ട് ഇങ്ങനെ വെള്ളം വിഴുങ്ങി ഉപദേശിച്ചിരുന്നിട്ട് എഴുതുക. അപ്പൊ ചായക്കടക്കാരൻ തന്നെ ആ പാട്ട് അവനാ ബോണ്ട ഉരുട്ടി വെച്ചിരിക്കുന്നു. അപ്പൊ ചായക്കടക്കാരൻ ഇവന്റെ പള്ളിയിൽ ചെന്നാലോ ബോണ്ട കണ്ട് വെള്ളം വിഴുങ്ങിയവന്റെ വേദന ചായക്കടക്കാരൻ എന്തോ മനസ്സിലാകാൻ. നക്ഷത്രങ്ങൾ, ഭൂമി, സമുദ്രങ്ങൾ, സ്വർഗീയ ഊർജ്ജങ്ങളിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ, മാലാഖമാർ, പ്രധാന മാലാഖമാർ, ഈശോസേന്മാർ, ശുൽത്തോരിന്മാർ, മൗത്തുവേന്മാർ, മോറാവോസേന്മാർ, ഹൈലേന്മാർ, അനേകം കണ്ണുകളുള്ള ക്രൂവേന്മാർ, കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറഞ്ഞു ചെന്ന് കാദീഷ് പാടുന്ന ആറുചിറകുള്ള ശ്രോപ്യന്മാർ തുടങ്ങിയ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. മസാകിൻ കണ്ടോ? നിങ്ങൾ കണ്ടോ? നിങ്ങൾ ലൈവ് നോക്കി, അല്ല കമന്റ് നോക്കി, കണ്ടോ? കണ്ടോ? വേപ്പിൻ കഷായം അടിച്ചപ്പം കണ്ടോ? ക്രൈസ്റ്റ് ലോ പോയ കണ്ടോ? ക്രൈസ്റ്റ് ലോ ആരാന്ന് പറഞ്ഞപ്പോഴേ ക്രൈസ്റ്റ് ലോ അപ്രത്യക്ഷമായി. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ട്രിക്ക്. ക്രൈസ്റ്റ് ലോയുടെ ശല്യം തീർന്നു. സെബാസ്റ്റ്യനായിരുന്നു ഈച്ചയുടെ വേഷത്തിൽ വന്ന. അപ്പൊ പിന്നെ ആട്ടെ, എല്ലാവർക്കും ഒരു ശുഭരാത്രി. ഇന്ത്യയിലുള്ളവർക്ക് മേ ഗോഡ് ബ്ലെസ് യു. വർഗത്തിനു മുഴുവൻ ജീവനും ശുചിയുള്ള മഹിമാവിയിലും ദൈവജനത്തെ കന്യകയാമറിയാമീനും വേദമതങ്ങളുടെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം വിജമൃതിയാലിവർദ്ധ
നീതിച്ചു നീതനീച്ചോതി അപ്പരിപാവന ത്രിത്വൈക സവിതാവോടൊപ്പം ജീവനിടും ഋക്കുതിശാ സവിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം.